ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും പ്രാവർത്തികമാക്കിയും ഒക്കെ നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ ജേണി ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് കപ്പിൾ ഡൈനാമിക്സ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഏതൊരു ബിഹേവിയർ ഇഷ്യൂസിന് ബാക്കിലും നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഏതെല്ലാം രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സെഷൻ ജസ്റ്റ് ഒരു തിയറി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് മാമിന്റെ റിയൽ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്ത നല്ലൊരു സെഷൻ തന്നെയായിരിക്കും. സോ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ്, അതുപോലെ ACT, MBCT, ഫോൺ അഡിക്ഷൻ, കപ്പിൾ തെറാപ്പി തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളും വർക്ക്ഷോപ്പുകളും മാം നടത്തി വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷന് നമുക്കിവിടെ തുടക്കം കുറിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെഷൻ വളരെ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മാൻ. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് സ്നേഹ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ്, ഓഡിയബിൾ ആണ്. ഒരു മിനിറ്റ് പ്രസന്റ് ചെയ്യാം. അപ്പൊ റഹ്മത്ത് പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയും കപ്പിൾ ഡൈനാമിക്സും ആണ്. പലപ്പോഴും കപ്പിൾസ് ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്നത് റീസെന്റ് ഉള്ള ഇഷ്യൂസ് ആണെങ്കിലും നമ്മളൊരു ഹിസ്റ്ററി ഒക്കെ എടുത്തു വരുമ്പോൾ മിക്ക കേസസിൽ പോയി നിൽക്കുന്നത് ചൈൽഡ്ഹുഡിലായിരിക്കും. കുട്ടിക്കാലത്തുണ്ടായ ഇഷ്യൂസ്, അവിടെ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, അവിടുത്തെ നീഡ്സ്, കാര്യങ്ങള്, ഇതിലൊക്കെ ആയിരിക്കും പല കേസസും പോയി നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ നമ്മുടെ ഒരു കപ്പിൾസിന്റെ ഇടയിലോട്ട് വരുമ്പോഴേക്കും അഫക്ട് ചെയ്യുന്നു. നമുക്ക് ഇടയിൽ ഒരു കപ്പിൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മൾ ഈ ഒരു ചാൻസസും കൂടി നോക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എൻഡിൽ നമുക്ക് കുറച്ച് തെറാപ്പി ഏതൊക്കെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രോമയുള്ള ഒരു കപ്പിളാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഏത് തെറാപ്പി ആയിരിക്കും കുറച്ചും കൂടി, ഏത് തെറാപ്പി ടെക്നിക്സ് ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവാം, ഈ കാര്യങ്ങളും കൂടി ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇടയിൽ പറയുന്നതിലോ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ അത് പറയാം. ആക്റ്റീവായിട്ട് ഇരിക്കാം. ഞാൻ മാത്രം വൺ സൈഡ് കോൺവെർസേഷൻ പോലെ പോകണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുന്ന പോലെ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ട്രോമ എന്താന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ ഒരു ഐഡിയോളജിയിൽ എന്താണ് ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് പറയാമോ? ഇവിടെ 10-15 മേലെ പാർട്ടിസിപ്പൻസ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാള് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത്? ആരും പറയുന്നില്ല, എല്ലാവരും ചൈൽഡ്ഹുഡ് പറഞ്ഞോളൂ. ഡീപ്പ് ഇമോഷണൽ പെയിന്, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് നമ്മുടെ മൈൻഡിലോട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ഒരു ഇമോഷണൽ പെയിൻ അല്ലേ, മീൻസ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ടൈമിൽ വരുന്ന ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. ഇപ്പോ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അല്ലെ. ഓരോ ലൈഫ് സ്റ്റേജസിലൂടെ പോകുമ്പോഴും നമുക്ക് 100 കണക്കിന് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അനുഭവങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾ ഈ പോകുന്ന അനുഭവത്തിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റാതെ വരികയും ഓവർവെൽമഡ് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ട്രോമ എന്ന് പറയുന്നത്. എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലും ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ ഓവർവെൽമഡ് ആവുകയും ആ കുട്ടിയുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ട്രോമ. അപ്പൊ അത് ഇമോഷണൽ പെയിൻ ആവാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇമോഷണൽ ഫാക്ടേഴ്സ് ആവാം വരുന്നത്.
ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, അല്ലെ? ഇമോഷണലി ഫിസിക്കലി കുട്ടിയെ നെഗ്ലക്ട് ചെയ്യുന്ന, അവഗണിക്കുന്ന ഒരു പാരന്റ് ആയിരിക്കാം, പ്രോപ്പർ അല്ലാത്തൊരു കെയർ ഗിവർ ആയിരിക്കാം, അല്ലെ? ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള, കുട്ടിക്ക് വേണ്ട വാംതോ കെയറോ ഒന്നും കൊടുക്കാത്ത ഒരു പാറ്റേണിലായിരിക്കും കുട്ടി വളർന്നിട്ടുണ്ടാവാം. ചിലപ്പോ ഇനി ഇതൊന്നും അല്ല, പാരന്റ്സിന്റെ ഇടയിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവും, അല്ലെ? മദ്യപിച്ചു വരുന്ന രീതിയിൽ അച്ഛൻ വന്ന് അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടു വളരുന്ന കുട്ടികളിൽ ഉണ്ടാവാം. അപ്പൊ എനിക്ക് തന്നെ എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ പറയാറുണ്ട്, അച്ഛൻ വന്നിട്ട് അമ്മേനെ അടിക്കുമ്പോൾ ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസസ്, ദെൻ പാരന്റ്സ് സബ്സ്റ്റൻസ് യൂസ് വരാം, മെന്റൽ ഇൽനെസ് ഉള്ള പാരന്റ്സ് വരാം, അങ്ങനത്തെ കേസസും ഉണ്ട്. അപ്പൊ പിന്നെ ഇൻവാലിഡേഷൻ, എന്ത് ചെയ്താലും കുട്ടിയെ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം, കുട്ടീനെ റിജക്ട് ചെയ്യുക, അബാൻഡൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രോമയാണ്. അപ്പൊ ചെറിയൊരു രീതിയിലല്ല, ഇന്ന കാരണമേ ട്രോമ ആവുള്ളൂ എന്നില്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ ഇതൊക്കെ നേരിട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലൂടെ ഒക്കെ തന്നെയല്ലേ വന്ന്, എന്റെ അച്ഛനും നന്നായിട്ട് കുടിക്കായിരുന്നു എന്നിട്ട് എനിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അത് കോപ്പപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കാം, മേ ബി നമുക്ക് ആ ഒരു റെസീലിയൻസ് ഉണ്ടായിരിക്കാം, നമുക്കത് കോപ്പപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാൾക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഇമോഷണൽ പെയിൻ ഇത് അവിടെ തന്നെ കിടക്കും. ഇത് നമ്മൾ വളരും തോറും നമ്മുടെ കൂടെ കിടന്ന് ഇതിങ്ങനെ വളരും. ദെൻ നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് പോകും, അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, ജോലി സ്ഥലത്തെ കൊളീഗ്സ് ആവാം, അതുമല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിൾ റിലേഷനിലോട്ടാവാം, എല്ലായിടത്തും ഇതിന്റെ ഒരു മാർക്ക് എന്നുള്ള പോലെ ഇങ്ങനെ അഫക്ട് ചെയ്തു തുടങ്ങും. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് അവസാനം ഫൈനലി ആ ട്രോമയിൽ ഇരിക്കുന്ന ആൾക്ക് എന്താ തോന്നുക, അവരാണ് പ്രശ്നം, അതുകൊണ്ടാണ് എല്ലായിടത്തും ഇതിങ്ങനെ പ്രശ്നമാവുന്നത്. ഒരു റിലേഷൻഷിപ്പും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് മാറുകയും ചെയ്യും. അപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ പോസിബിൾ അല്ല. അത് അവരുടെ എല്ലാ ഏരിയനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിടത്തും സേഫ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് ഒരു ട്രസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കൊരു സെൽഫ് വർത്ത് ഉണ്ടാവും, ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നും മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, അങ്ങനെ പല രീതിയിലുള്ള സെൽഫ് വർത്ത് ഇഷ്യൂസ് അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അത് തന്നെ ഒരാളായിട്ട് ഒരു അറ്റാച്ച്മെന്റ്, ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും നമ്മൾ കപ്പിൾ ഡൈനാമിക്സ് പറയുന്നതുകൊണ്ട് ഒരു കപ്പിൾസിലോട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ കേസ് വരുമ്പോഴേക്കും അവിടെ ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും വരാൻ പറ്റില്ല. പിന്നെ സ്ട്രെസ് റെസ്പോൺസ് ഹൈ ആയിരിക്കും. അവിടെ നെർവസ് സിസ്റ്റം എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യും, ഓവർ അറൗസൽ ആയിട്ടുണ്ടാവും, ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കും, ഓവർ ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഹൈപ്പർ വിജിലന്റ് ആയിട്ട് അവർ മാറും. ഇതൊക്കെ ഒരു ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ഓരോ എക്സ്പീരിയൻസും നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഓരോ ട്രോമയും എങ്ങനെ കണക്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, സർവൈവ് ചെയ്യണം, ആ ഒരു മനുഷ്യന്റെ ഈ 3 ഏരിയാസിലാണ് ട്രോമ ആക്ട് ചെയ്യുക. ആളുകളായിട്ട് ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യില്ല, ഒരു പ്രശ്നം വന്നാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ 3 ഏരിയാസിലും ട്രോമ എന്ത് ചെയ്യും, നമ്മളെ എഫക്ട് ചെയ്ത് തുടങ്ങും. അതിപ്പോ ഏത് തരത്തിലുള്ള ട്രോമയാണെങ്കിലും നമ്മൾ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു അബ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രോമയുള്ളൂ. ഇപ്പൊ ഇമോഷണൽ നീഡ്സ്, ഇപ്പൊ അടിക്കുന്നു, തല്ലുന്നു, സെക്ഷൽ അബ്യൂസ് എന്നൊക്കെ നമ്മൾ നേരത്തെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് മാത്രമല്ല ട്രോമ. ഈ പറഞ്ഞ പോലെ അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു അബ്യൂസ് ഇല്ല എങ്കിലും ഇമോഷണലി വിഡ്രോ ചെയ്യുന്നത്, ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കംഫേർട്ട് കിട്ടാത്തത്, അവർ ആഗ്രഹിച്ച സമയത്ത് ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സപ്പോർട്ടും കിട്ടാതെ വരുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടിങ് പാറ്റേൺ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിന്നെ ആ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്തിട്ടില്ല, റിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ട്രോമയിലോട്ട് പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അബ്യൂസസ് മാത്രമല്ല, വിസിബിൾ ആയിട്ടുള്ള അബ്യൂസസ് മാത്രമല്ല, ഇങ്ങനെ ഇമോഷണൽ നീഡ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരാൾക്ക് വേണ്ട ബേസിക് നീഡ്സ് ആണ് ഈ കംഫോർട്ട്, പ്രൊട്ടക്ഷൻ, റെസ്പെക്ട് എന്നുള്ള കാര്യമൊക്കെ, ഈ കാര്യങ്ങൾ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ വളർന്നതെങ്കിലും അത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ റിയാക്ഷൻ ഇടുക, ചാറ്റിലിടുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ, എനിക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോടാണ്. ശരി, വളരെ ക്ലിയർ ആണ് മാഡം, വളരെ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇമോഷണൽ നീഡ്സ് നടന്നില്ല എന്നുണ്ടെങ്കിൽ
ഈ കുട്ടി എങ്ങനെയായിരിക്കും ഒരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. നമ്മൾ CBTയിലൊക്കെ പറയുന്ന പോലെ ആദ്യം ജസ്റ്റ് തോട്ട്സ് ആയിരിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കുറെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പതിയെ പതിയെ ഈ നെഗറ്റീവ് തോട്ട്സ് ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറും. പിന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും: എന്റെ ഫീലിങ്സ് ഒട്ടും മാറ്റർ അല്ല, എനിക്കെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, സ്നേഹിക്കുന്നത് സേഫ് അല്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കുറെ കുറെ ബിലീഫ് സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യും. ഒരു ആവശ്യമില്ലാത്തൊരു സ്കീമാന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് സ്കീമാസ് അവർ ഡെവലപ്പ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഇമോഷൻസ് എന്താ പറയാ വാലിഡേറ്റ് ചെയ്യാത്ത, അക്നോളജ് ചെയ്യാത്ത ഒരു പാരന്റ് ആണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ആ കുട്ടിയും എക്സ്പ്രസ് ചെയ്യില്ല, കുട്ടിയുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യില്ല. ദെൻ ഒരു ആളുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിച്ച് ഇവർ അൺകംഫർട്ടബിൾ ആണ്. ഇപ്പൊ എന്തിനാ എന്നോട് ഇത്ര അറ്റാച്ച്മെന്റ്, വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവോ, അങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. കാരണം സ്നേഹം അവർ അൺപ്രഡിക്റ്റബിൾ, അൺസേഫ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം അവര് വളർന്നത് അങ്ങനെയാണ്, അവരെ ഇമോഷണലി വാലിഡേറ്റ് ചെയ്തിട്ടേ ഇല്ല. അവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാലും അവരും ആർക്കും ഒരു ഇമോഷണൽ വാലിഡേഷൻ കൊടുക്കില്ല, അവർ നീഡ്സ് എക്സ്പ്രസ് ചെയ്യില്ല, ഇമോഷണൽ പെയിൻ ഒന്നും എന്ത് ചെയ്യില്ല, മാനേജ് ചെയ്യില്ല, കാര്യമായിട്ട് എടുക്കില്ല. ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പാർട്ട്ണർ പറയണേ ഇതൊന്നും കാര്യമില്ല, ഇങ്ങനെ അവർ എടുക്കുള്ളൂ. എന്നത് അവരുടെ തെറ്റില്ല, അവരങ്ങനെയാണ് വളർന്നിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആക്ച്വലി ഇതിന്റെയൊക്കെ ഒരു കാര്യം കിടക്കുന്നത് നമ്മുടെ അറ്റാച്ച്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ശരിക്കും ഒരു ബ്രിഡ്ജാണ്. നമ്മളൊരു ചൈൽഡും അഡൾട്ടും ആവുന്നതിന്റെ ഇടയിൽ ശരിക്കും ഒരു ആക്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി. നമ്മൾ കുറേ ഡിസോർഡേഴ്സ് എടുക്കുമ്പോൾ അവിടെ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി. തിയറിക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറ്റാച്ച്മെന്റ് തിയറി, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള തന്നെയായിരിക്കും. എങ്ങനെയാണ് കെയർ ഗിവിംഗ് എക്സ്പീരിയൻസ് ഒരു അഡൾട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അറ്റാച്ച്മെന്റ് തിയറിയിൽ പറയുന്നത്. അതായത് എങ്ങനെയായിരിക്കും അവർക്കിടയിലുള്ള ക്ലോസ്നെസ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഒരു സ്ട്രെസ് വരുമ്പോൾ അവരെങ്ങനെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു എയർലി കെയർ ഗിവർ കൊടുക്കാത്ത ഒരു ഇമോഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പാർട്ട്നേഴ്സ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിൽ പറയുന്നത്, മെയിൻ ആയിട്ടും അറ്റാച്ച്മെന്റ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോ കപ്പിളിന്റെ കോൺഫ്ലിക്റ്റ് എടുത്താലും അവിടെ പ്രസന്റ് ഇഷ്യൂ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എപ്പോഴും എവിടെയായിരിക്കും, പാസ്റ്റിലുള്ള അവരുടെ നടക്കാതെ പോയിട്ടുള്ള നീഡ്സ് ആയിരിക്കും, അറ്റാച്ച്മെന്റ് നീഡ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് വേണ്ട, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക. നിങ്ങളൊരു മെസ്സേജ് അയച്ചു, നിങ്ങളുടെ വൈഫ് ഹസ്ബൻഡ് അയക്കാന്ന് വിചാരിച്ചു, ഹസ്ബൻഡ് അത് റെസ്പോണ്ട് ചെയ്തില്ല. ആ മെസ്സേജ് കണ്ടു, റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു റെസ്പോൺസ് ഇട്ടെന്ന് വിചാരിക്കും. നോർമലി ആള് തിരക്കിൽ പെട്ടിട്ടാണ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. മെസ്സേജ് കണ്ടു പക്ഷെ ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, വർക്ക് കഴിഞ്ഞപ്പോൾ ആള് റെസ്പോണ്ട് ചെയ്തു. ഇതാണ് റിയാലിറ്റി. പക്ഷെ ഇവിടെ ഡിലേഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഇവിടെ ട്രോമയിലുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ ആ വൈഫിന് തോന്നുക ഇഗ്നോറൻസ് ആണ്, എന്നെ ഇഗ്നോർ ചെയ്തു, എന്നെ അബാൻഡൻ ചെയ്തു, ഇയാൾക്ക് എന്നെ വേണ്ടാതെയായോ, എന്നോട് ഇഷ്ടമില്ലേ, ആ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഇങ്ങനെ പൊങ്ങി വരും. അതായത് കുട്ടിക്കാലത്ത് പാരന്റ്സ് ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ട്രോമയിലൂടെ പോയിട്ടുള്ള ഒരാളാണ്, കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ജസ്റ്റ് മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ വൈകി, അത്രേ ഉള്ളൂ, റെസ്പോണ്ട് ചെയ്യാതെ പോലും ഇരുന്നിട്ടില്ല. പക്ഷെ ആളേത് വിചാരിക്കുന്നത് അബാൻഡൻമെന്റ് ഫീൽ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യതയായി. നിങ്ങൾക്ക് എന്താ സമയത്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്തുകൂടെ, അങ്ങനെ. ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അയ്യോ ഇവർക്ക് എന്താ അത്, ഞാൻ ജോലിക്കിടയിൽ മറുപടിയെങ്കിലും കൊടുത്തില്ലേ, ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞാൻ ഓർത്തിട്ട് മറുപടി കൊടുത്തുന്നിട്ട് ഇങ്ങനെയാണ്, ഒരു സമാധാനം കിട്ടുന്നില്ല. ഇതാണ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. വളരെ ചെറിയൊരു ഇൻസിഡന്റ് ആണ്, പക്ഷെ കുറെ കേസസ് നമ്മൾ കേൾക്കുന്നത് മെസ്സേജ് റിപ്ലൈ ഇല്ല, വിളിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ. പക്ഷെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ആണ്. അപ്പോൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസും അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മള് കുട്ടിക്കാലത്തുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പറയാ സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്. അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആണ് ഉണ്ടായിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ട് കുട്ടിയോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ വാംത്ത് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴും ആ റിലേഷൻഷിപ്പിൽ വളരെ ഇന്റിമസി ഉണ്ടാവും, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഓട്ടോണോമി ഉണ്ടാവും.
പക്ഷെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിലൂടെ വളർന്നൊരു കുട്ടിയാണെങ്കിൽ, ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെയർ ഗിവിംഗ് ആണ് അവിടെ പാരന്റ്സ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഹൈപ്പർ ആക്ടിവേഷൻ ആയിരിക്കും. എല്ലാ കാര്യത്തിലും മറ്റൊരാളുടെ ഒരു റീഅഷുറൻസ് വേണം, എല്ലാ കാര്യത്തിനും അവിടുന്ന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടണം. ഒരു ഓവർ ഡിപ്പെൻഡൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം അവർക്ക് പേടിയാണ്, ഇട്ടിട്ട് പോകും. അത് പതിയെ പതിയെ മറ്റേ ആൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങും. ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ഇതൊക്കെ അറ്റാച്ച്മെന്റ് തിയറിയിലുള്ളതാണ്. ഞാൻ തിയറിക്ക് ഓവറായിട്ട് പോകുന്നില്ല. നമ്മുടെ കപ്പിൾസിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അറ്റാച്ച്മെന്റ് തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എരിയ എയിൻസ്വർത്തിൻ്റെതോ എക്സ്പെരിമെന്റും ജോൺ ബൗൾബിയുടെ തിയറിയും ഇവിടെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് കുട്ടിക്കാലത്ത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് പ്രോപ്പർ ആയിട്ടുള്ള കെയർ ഗിവിംഗ് ആണെങ്കിൽ സെക്യൂറും, പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ബാക്കി മൂന്നെണ്ണം, ഇൻസെക്യൂർ ഉണ്ടാവും, അവോയ്ഡന്റ് ഉണ്ടാവും, ആങ്ഷ്യസ് ഉണ്ടാവും. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്, അതായത് ഇമോഷണലി കുട്ടീനെ നെഗ്ലക്ട് ചെയ്യുക, കുട്ടിയുടെ ഇമോഷൻസ് റിജക്ട് ചെയ്യുക, റെസ്പെക്ട് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നീഡ്സ് പറയില്ല. ഇപ്പൊ ഇവരുടെ ഒരു നീഡാണ് പുറത്ത് പോയിട്ട് ഒരു ദിവസം റിലാക്സ് ചെയ്യണം, ഇന്ന് അവർക്ക് തീരെ വയ്യ, അവർക്ക് പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകണം. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പൊ വിചാരിക്കണേ ഇന്ന് ഫാമിലിയിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ഒന്ന് പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകണം. നോർമലി ഇങ്ങനെയാണല്ലോ പാറ്റേൺ ഉണ്ടാവുക. പക്ഷെ ഇവരിത് പറയില്ല, ആ നീഡ്സ് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കും. കുറെ നാൾ കഴിഞ്ഞ് ഇവർക്ക് എന്താ ഫീൽ ചെയ്യാന്നറിയോ? എന്റെ ഒരു ആവശ്യം ഇവിടെ നടക്കുന്നില്ല, എന്റെ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ, എനിക്ക് ഞാനായിട്ട് ഇരിക്കാനേ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ വരും. പതിയെ പതിയെ ഇവർക്കിടയിൽ അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഡീആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെ നീണ്ടു 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 പോകും. കാരണം അവരുടെ രണ്ടുപേരെയും നീഡ്സ് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവരത് പറയുന്നുണ്ടോ? ഇല്ല, സപ്രസ് ചെയ്ത് വെക്കുക. അത് സപ്രസ് ചെയ്ത് വെക്കാനുള്ള കാരണം അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലായിട്ടാണ്. ദെൻ ഡിസോർഗനൈസ്ഡ് ആണ്, കെയർ ഗിവറെ പേടിച്ച് വളർന്നിട്ടുള്ള, അതായത് അബ്യൂസിലൂടെ, വളരെ സിവിയർ അബ്യൂസിലൂടെ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാരന്റിങ്ങിൽ പോയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ആയിരിക്കും. അവരെപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും, ചില സമയത്ത് ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയത്ത് ഇവർ ഇത് അവോയ്ഡ് ചെയ്യും. ഒരു ഭയങ്കര ഇവരുടെ ലൈഫിൽ ഇവർ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും പെരുമാറുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇക്കാലത്ത് പാരന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എങ്ങനെയാണോ അതേ രീതി നമ്മൾ പോലും അറിയാതെ എവിടേക്ക് വരികയാണ്, നമ്മുടെ അഡൽട്ടിലോട്ടും വരികയാണ്. ഒബ്ജക്ട് റിലേഷൻ തിയറി, ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിന്റെ ഭാഗമായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തത് ഒബ്ജക്ട് റിലേഷൻ തിയറി. തിയറിയിലും സെയിം കാര്യം പറയുന്നത്. കുട്ടിക്കാലത്ത് നമുക്ക് എങ്ങനെയാണോ പാരന്റ്സുമായിട്ട് നമ്മൾ ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ വളർന്ന എൻവയോൺമെന്റ്, നമ്മൾ കേട്ട് പഠിച്ച കാര്യങ്ങൾ, ഇത് തന്നെയായിരിക്കും നമ്മൾ എന്തിലോട്ട് വരുമ്പോഴേക്കും, അഡൾട്ട് റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും അവിടെ വരുന്നത്. ഇവിടെ ട്രോമയുടെ കേസിലാണ് നമ്മൾ അറ്റാച്ച്മെന്റ് തിയറി കൂടുതൽ എടുത്ത് പറയാം. സെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റും ഒരാൾ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണെങ്കിലോ, രണ്ടുപേരും സെക്യൂർ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഏത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് മിക്സ് ആയി വന്നാലും അവിടെ കോൺഫ്ലിക്റ്റ് ഉറപ്പാണ്. കാരണം ഒരാൾ സെക്യൂർ ആണ്, അയാൾ ആദ്യമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാനേജ് ചെയ്യും, കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കും, എല്ലാം നോക്കും. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ഇയാൾക്ക് കംഫർട്ട് ചെയ്ത് ഓവർവെൽമഡ് ആയി തുടങ്ങും. എപ്പോഴും ഇയാളുടെ സൈഡിൽ നിന്ന് മാത്രം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവർക്കത് മടുത്തു തുടങ്ങും. അപ്പൊ സെക്യൂർ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബാലൻസ്ഡ് ആയിട്ട് പോകും. പക്ഷെ അങ്ങനത്തെ കേസസ് നമ്മുടെ അടുത്തേക്ക് വരുന്ന കേസസിൽ മിക്കവാറും മിക്സഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. സെക്യൂറും ആങ്ഷ്യസ് ആവാം, ചിലപ്പോൾ ആങ്ഷ്യസ് അവോയ്ഡന്റ് ആവാം. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റും അവോയ്ഡന്റ് അറ്റാച്ച്മെന്റും. എങ്ങനെയാണെന്നറിയോ? ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും റീഅഷുറൻസ് വേണം. ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഓരോ കാര്യങ്ങളും. ഇവർക്ക് എപ്പോഴും ഉള്ളിൽ പേടിയാണ്, മറ്റയാളെ ഇട്ടിട്ട് പോകുന്നുള്ള പേടിയാണ്. സ്നേഹമൊക്കെ ഉണ്ട്, ഇട്ടിട്ട് പോവില്ല എന്ന് അറിയുകയും ചെയ്യാം, ട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ വീണ്ടും എവിടെ നിന്നൊക്കെയോ അവരുടെ ഉള്ളിൽ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റ് വരും. അപ്പൊ ഇവര് മറ്റേ പാർട്ട്ണർ ഫ്രണ്ട്സിന്റെ കൂടെ പോയാല്, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ ഡിലേ ആയാല്, അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം ഒന്ന് ഒരു ദിവസം മറന്നു പോയാൽ പോലും ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർക്ക് അവരത് ഭയങ്കര പ്രശ്നമാക്കി പറയും, ബ്ലെയിം ചെയ്ത് പറയും.
അതേസമയം അവോയ്ഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അറിയോ, പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോൾ നീ നിർത്ത്, ഇപ്പൊ എനിക്ക് സമയമില്ല, എനിക്കിതിപ്പോ സംസാരിക്കണ്ട, ഇന്നും ഇത് പറഞ്ഞ് വഴക്കിന് വരാം. ഇവർ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യും. അവരുടെ വിചാരം എന്താ, ഇതിപ്പോ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയി, സമാധാനം കിട്ടുമല്ലോ. പക്ഷെ അത് ഉണ്ടാവില്ല. അവരിങ്ങനെ അവോയ്ഡ് ചെയ്യും തോറും ആൻഷ്യസ് ആയിട്ടുള്ള ആളുടെ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് കൂടി 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 വരും. അത് വീണ്ടും വലിയൊരു കോൺഫ്ലിക്റ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. മറ്റേയാള് കോൺഫ്ലിക്റ്റ് ഫുൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, ഇവരുടെ ഇമോഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, തന്നെ ഇവര് പറയുന്ന കാര്യങ്ങളെ കാര്യമാക്കി എടുക്കില്ല. അതൊക്കെ ഇപ്പൊ എന്താ മിനിമൈസ് ചെയ്യും, ആ ഇമോഷണൽ ഇന്റിമസി ഒക്കെ ഭയങ്കര മിനിമൈസ് ചെയ്യും അവോയ്ഡന്റ് ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരാൾക്ക് ഇമോഷണലി ഹൈ ആയിട്ട് ഇരിക്കണം, മറ്റാൾക്ക് ഇമോഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. നീഡ്സ് സപ്രസ് ചെയ്യുന്ന, ഓവർ അറ്റാച്ച്മെന്റ് സപ്രസ് ചെയ്യുന്ന ആളാണ് അവോയ്ഡന്റ് ആയിട്ടുള്ള ആള്. കാരണം അയാൾ നേരിട്ടത് അതാണ്, ഇമോഷണൽ നെഗ്ലക്റ്റ് ആണ്. അപ്പൊ അയാൾ അതേപോലെ ബിഹേവ് ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഇങ്ങനത്തെ രണ്ടാളുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഒരാൾക്ക് കുറെ ഇമോഷൻസ്, കുറെ ആവശ്യങ്ങള്, കുറെ നീഡ്സ് പറയണം, കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റും ചെയ്യണ്ട, നീഡ്സും പറയണ്ട, അല്ലെങ്കിൽ ഇമോഷണലി ഒന്നും എക്സ്പ്രസ് ചെയ്യണ്ട എന്നുള്ള ഒരാള്. മൊത്തത്തിൽ പ്രശ്നം. ഇങ്ങനെയാണ് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് വർക്ക് ചെയ്യുക. ഇതിൽ ഏത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് പെയർ ആയിട്ട് വന്നാലും ഈ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് ആണ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? കുറച്ച് സ്പീഡിൽ പോണം തോന്നുന്നു. ഓക്കെ. പിന്നെ ഇവിടെ വരുന്നത് ട്രോമ ബോണ്ടിങ്ങും ഹെൽത്തി അറ്റാച്ച്മെന്റും ആണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴേക്കും. പലപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അവിടെ വരുമ്പോഴേക്കും ഈ ട്രോമ ബോണ്ടിങ് എന്നുള്ള വാക്ക്, ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ വേർഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. യെസ്, ട്രോമ ബോണ്ടിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇമോഷണൽ ഇന്റൻസിറ്റിനൊക്കെ ഇന്റിമസി ആയിട്ട് എടുക്കും. ഇവരെപ്പോഴും അബ്യൂസ് ചെയ്യുന്നുണ്ടാവും, കുറെ ചീത്ത വിളിക്കുന്നുണ്ടാവും, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എന്താണ്, സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴേക്കും ലവ് ബോംബിംഗ് എന്ന് പറയും. ഒരു സ്നേഹത്തോട് ഒരു ദിവസം പെരുമാറുന്നു, കുറെ എക്സ്പ്രസ് ചെയ്യുന്ന കാണുമ്പോഴേക്കും ഇവർ അതിലങ്ങ് വീഴും, ആ വീണ്ടും ഇവരോട്ട് ബോണ്ടഡ് ആവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് വന്നിട്ടുള്ളത് വെച്ചാലും അതേ ഒരു ട്രോമയിലൂടെ അവർ കടന്നു പോയിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞപ്പോഴും സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ അവർ അതിനോട് അറ്റാച്ച്ഡ് ആയി, അവർക്കത് നോർമൽ ആയിട്ട് ഫീൽ ചെയ്യും. ആ ഫെമിലിയർ ആയിട്ടുള്ള സഫറിങ് ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ അനുഭവിച്ച അതേ സഫറിങ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഇവർക്ക് ഇത് നോർമൽ ആണ്. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഉള്ളതാ, എപ്പോഴും ഉള്ളതാ എന്ന് കരുതി അവർ അതിനോട് ഓക്കെ ആയി, അത് ബോണ്ടഡ് ആയി, അവർക്കത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ പലപ്പോഴും ടോക്സിക് റിലേഷൻഷിപ്പ്, ലവ് അഫെയേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇവരെന്താ അതിന്റെ പുറത്ത് വരാത്ത? അപ്പൊ എന്നോടൊക്കെ എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, അവരുടെ ഒരു ഫ്രണ്ട് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവർക്ക് ജോലിക്ക് തന്നെ അവിടെ ഇപ്പൊ പോവാൻ സമ്മതിക്കുന്നില്ല. ജോലി ഉണ്ടായിരുന്ന റിസൈൻ ചെയ്തു, IT കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്തു. അവൾ ഒരാളുടെ കൂടെ പുറത്ത് വിടില്ല, ഈവൻ കസിൻസിന്റെ കൂടെ പുറത്തേക്ക് വിടില്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ സമ്മതിക്കില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അവളുടെ സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇവർക്ക് ഭയങ്കര അടിപൊളി റിലേഷൻഷിപ്പ് ആണെന്നാണ്. ആ പുള്ളിയുടെ കൂടെയുള്ള ഇതും ഇവളുടെ കോഡ്സും കാര്യങ്ങളും, പുള്ളിക്കാരി അതൊക്കെ ഓക്കെ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, വളരെ നോർമൽ ആയിട്ട്, ഇഷ്ടം കൊണ്ടാണ്, ഇമോഷണൽ ആയിട്ട് അതിനെ എല്ലാ കാര്യങ്ങളും എടുക്കുക, അതൊക്കെ ഇന്റിമസി ആയിട്ട് തെറ്റിദ്ധരിക്കുക. ദാറ്റ് ഈസ് ട്രോമ ബോണ്ട്. പുള്ളിക്കാരിക്ക് അത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, റിയാലിറ്റിയിലോട്ട് വരാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ വളരെ നോർമൽ ആണ്. നമ്മള് നാർസിസ്റ്റിക് കേസിലാണ് ഏറ്റവും കൂടുതൽ ട്രോമ ബോണ്ടിങ്. എനിക്ക് വന്നൊരു കേസില് പുള്ളിക്കാരി പറഞ്ഞത്, ഇനി അയാളുടെ കൂടെ ജീവിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ എനിക്ക് ഡിവോഴ്സ് ചെയ്യണ്ട, മക്കളെ ആലോചിച്ച് ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല, പക്ഷെ അയാളുടെ ഒരു പൈസ എനിക്ക് വേണ്ട, ഞാൻ ജോലി ചെയ്തേ ഇടും. ഞാൻ ഭയങ്കര ബോൾഡൊക്കെ ആയിട്ട് ഒരു ദിവസം സംസാരിച്ച് നെക്സ്റ്റ് സെഷനിൽ വരുമ്പോൾ എന്നോട് പറയാം, എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് അയാളെ വെറുക്കാൻ പറ്റുന്നില്ല. സി ദാറ്റ് ഇസ് ട്രോമ ബോണ്ടിങ്. അവർ ആ ട്രോമയിൽ അങ്ങ് ശീലായി അവർക്കത്. നമ്മള് റീസെന്റ് കുറെ കേസസ് ഒക്കെ വന്നല്ലോ, കുറെ ഒരു പെൺകുട്ടിയുടെ പേര് മറന്നുപോയി, UAE-ലുള്ളത്, സൂയിസൈഡ് ചെയ്ത കേസ്, ഇവൻ അടിച്ചു കൊന്നാന്നൊക്കെ പറഞ്ഞ കേസ്. ഇവിടെയൊക്കെ പലരും ചോദിച്ച കാര്യമാണ്, എന്തുകൊണ്ട് ആ കുട്ടി ജോലിയൊക്കെ ഉണ്ടായിട്ട് ഇട്ടിട്ട് വന്നിട്ടില്ല, എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്ത് വന്നില്ല എന്ന്. അതായത് കുറെ തല്ലും അടിക്കും ഒക്കെ ചെയ്യും, എന്നിട്ട് അവസാനം പോയിട്ട് സ്നേഹത്തോടെ രണ്ട് വാക്ക് പറയുമ്പോഴേക്കും ഓക്കെ എല്ലാം ക്ഷമിച്ചു. എന്നിട്ട് ഇവര് നല്ല മൊമെന്റ്സ് മാത്രം അവരുടെ മൈൻഡിലോട്ട് എടുക്കും, ബാക്കി നെഗറ്റീവ്സിനൊക്കെ വിട്ടുകളയും.
അപ്പൊ ഇവർക്ക് വീണ്ടും ആ വ്യക്തിയോട് ഇഷ്ടം തോന്നും. ദാറ്റ് ഈസ് ട്രോമ. ദെൻ ഹെൽത്തി അറ്റാച്ച്മെന്റ് അങ്ങനെയല്ല. അവര് ഇമോഷണൽ സേഫ്റ്റി ഉണ്ടാവും. അവർക്ക് ഒരാളെ എങ്ങനെയാ, മറ്റേ ഇവിടെ പ്രിഡിക്റ്റബിലിറ്റി ഇല്ല കേട്ടോ. നമ്മുടെ പാർട്ണർ എങ്ങനെയാണ് അടുത്തത് എക്സ്പ്രസ് ചെയ്യുക, എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാം. ചിലപ്പോൾ ഒരു സമയത്ത് ഒരു കുഴപ്പമില്ല, അത് ഓക്കെ പറഞ്ഞ കേസ് തന്നെ നെക്സ്റ്റ് സമയത്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ പ്രിഡിക്റ്റബിലിറ്റി എന്നുള്ളത് ട്രോമ ബോണ്ടിങ്ങിൽ ഉണ്ടാവില്ല. പക്ഷെ ഹെൽത്തി അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കിയറിയാം, അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അവരത് പരസ്പരം റിപ്പയർ ചെയ്യുന്നുണ്ടാവും. അവരുടെ നീഡ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിനും. ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും അവരുടെ ആവശ്യങ്ങൾ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. പ്രിഡിക്റ്റബിൾ ആയിരിക്കും ബിഹേവിയർ. കംഫർട്ട് ഉണ്ടാവും. രണ്ടുപേർക്ക് ഇൻഡിപെൻഡന്റ് ട്രോമയിൽ കിടക്കുന്ന കേസസ് ആയിരിക്കും. ഇനി അതുമല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രോമ ബോണ്ടിങ്ങിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് വളരെ കായോട്ടിക് ആയിട്ടുള്ള, വളരെ പ്രശ്നങ്ങളുള്ള, എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാള്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എന്തോ ആയിക്കോട്ടെ, വളരെ കാം ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാണല്ലോ ബോറടിക്കും അവർക്ക്. അവർക്ക് ഇങ്ങനെ തോന്നും, ഇത് എന്താ ഇങ്ങനെ, ഇത് ഇവിടെ എന്തോ ശരിയല്ല എന്ന് ഫീൽ ചെയ്യും. അത് തോന്നലാണ്, അത് റിയാലിറ്റിയിലോട്ട് അവർ എത്തില്ല. ഫീൽ ചെയ്യും, ദേ ഫീൽ ബോർഡ് ഇൻ ദി കാം റിലേഷൻഷിപ്പ്. പാർട്ട്ണറോട്ട് അറ്റാച്ച്ഡ് ആണ്, എന്നാൽ അതേസമയം ഇവർക്ക് കിട്ടിയ ഒരു പാർട്ണർ വളരെ ഇമോഷണലി ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇവർക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. ഇതില് എനിക്കറിയില്ല എത്ര പേര് അഖിൽമാരാർ ഫാൻസ് ഉണ്ടെന്ന്. ചിലപ്പോൾ വീഡിയോ വയ്ക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഞാൻ പുള്ളി ബിഗ് ബോസിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ആളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെ ഇതായിട്ട്, മറ്റേ അവരുടെ വൈഫ് പറയുന്നതാണ്, ആള് തല്ലുന്നതിനെയൊക്കെ വളരെ കൂളായിട്ടാണ് പുള്ളിക്കാരി. എന്നാൽ അത് ചിലപ്പോ ഇതെല്ലാം വരും, കൈ ഓങ്ങേ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോ ഒരു അടിയൊക്കെ കിട്ടും. വളരെ എന്താ പറയാ, കാഷ്വൽ ആയിട്ടാണ് ആ റിലേഷൻഷിപ്പിനെ പുള്ളിക്കാരി, പേര് ഞാൻ മറന്നുപോയി, അഖിൽമാരാരുടെ വൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അവർക്കത് ഏതോ ഇതെന്താണ് എന്ന് ഫീൽ ചെയ്യും, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ നമ്മുടെ അടുത്ത് കപ്പിൾ കൗൺസിലിംഗ് വരുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായിരുന്നു പറഞ്ഞേ? മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല മാം. നേരത്തെ മാം പറഞ്ഞൊന്നും കേട്ടില്ലേ, എനിക്ക് മാത്രമാണോ അറിഞ്ഞൂടാ, ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തു? ഒന്നുമില്ല, മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള അഖിൽമാരാറിന്റെ കേസ് പറഞ്ഞായിരുന്നു പുള്ളി. നമുക്ക് റിയൽ ലൈഫിൽ അറിയില്ല, പക്ഷെ വീഡിയോസിലൊക്കെ പലപ്പോഴും അവരുടെ വൈഫ് പറയുന്നത് കേട്ടിട്ട് വളരെ വൈഫിനോടൊന്നും റെസ്പെക്ട് ഇല്ലാത്ത, ഡൊമസ്റ്റിക്കലി വയലൻസിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് പുള്ളിക്കാരി തന്നെ പറയുന്നത്. പക്ഷെ അത് പുള്ളിക്കാരി പറയുന്നത് വളരെ, അതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല, വളരെ നാച്ചുറൽ ആയിട്ടാണ് പുള്ളിക്കാരി അതിനെപ്പറ്റി സംസാരിക്കാറുള്ളത്. അപ്പൊ അത് കേൾക്കുന്ന നമുക്ക് ഡിസ്കംഫേർട്ട് തോന്നുമെങ്കിലും പുള്ളിക്കാരിക്ക് അതില്ല. കാരണം അവരതിൽ ഓക്കെ ആയി, അവരതില് കംഫർട്ട് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത്. അതാ പറയുക, ഇമോഷണലി ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എന്ത് തോന്നും, ഭയങ്കര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും ട്രോമ ബോണ്ടഡ് ആയി കഴിഞ്ഞാൽ. അത്രേ പറഞ്ഞുള്ളൂ. മെസ്സേജ് ഓക്കെ. അപ്പോ ചൈൽഡ്ഹുഡ് ട്രോമ പല രീതിയിലായിരിക്കും നമ്മുടെ ഇടയിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു കപ്പിൾസിന്റെ ഇടയിലോട്ട് വരിക. ഒന്ന് പെർസ്യൂവർ ഡിസ്റ്റൻസ് സൈക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്ഷ്യന്റ് അവോയ്ഡന്റ് പാറ്റേൺ. ആങ്ഷ്യസ് പാർട്ണർക്ക് എപ്പോഴും റീഅഷുറൻസ് വേണം. അവോയ്ഡന്റ് പാർട്ണർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആൾ വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി രണ്ടുപേർക്ക് എന്താ തോന്നുക, ഞങ്ങൾ പറയുന്നത് മറ്റയാൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുകയും അൺസേഫ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. രണ്ടാമത്തതാണ് ഇമോഷണൽ ഫ്ലാഷ് ബാക്സ്. ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, പക്ഷെ ഈ കോൺഫ്ലിക്റ്റിനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തിലേക്ക് കൊണ്ടുവരും, പഴയ ഇഷ്യൂസിലോട്ട് കൊണ്ടുപോവുകയും അതിന്റെ നമ്മളല്ലേ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തുന്ന പോലത്തെ ഒരു ഫീലാ. ആ കുറെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവര് ആക്റ്റീവായിട്ട് അങ്ങ് റെസ്പോണ്ട് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് വരാം. ദെൻ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് കൺട്രോൾ കംപ്ലൈൻസ് ആണ്. ട്രോമ റെസ്പോൺസസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ, ഇയാൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള പേടി വരാം. ഇയാൾ എന്താ ഇമോഷണലി ഭയങ്കര കോൾഡ് ആണല്ലോ ഈ പാർട്ട്ണർ, ഒരു ഇമോഷനും പ്രാധാന്യം തരുന്നില്ല. ആൾക്ക് ഇമോഷൻ ഒക്കെ ഉണ്ടാവും, ഇവര് പക്ഷെ ഹൈ ഇമോഷൻ ഉള്ള ഒരാളായിരിക്കും. മറ്റേ ആൾക്കത് എന്ത് ചെയ്യും, അത്ര വേണ്ട എന്ന് തോന്നുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നീഡ്സ് ഒക്കെ തുറന്നു പറയുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഒരുപാട് നീഡ്സ് പറയുന്നുണ്ടോ, ഞാൻ ഭയങ്കര നീഡി ആയിട്ട് പോകുന്നുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ല അത് ചോദിക്കുന്നുണ്ടോ,
ആ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും. പിന്നെ വരുന്നത് ഞാൻ ഒരുപാടാണ്, ഞാൻ ഒട്ടും കൊള്ളില്ല, എനിക്ക് സ്നേഹം ലഭിക്കാനുള്ള യോഗമില്ല, ഇങ്ങനത്തെയൊക്കെ വാക്കുകളുണ്ടല്ലോ. ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഇങ്ങനെയും തോന്നും. ഷെയ്ഫും സെൽഫ് ബ്ലെയിമും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഷെയിമാണ്. ഷെയിം എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കളിയാക്കപ്പെട്ട, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്ന ഒരു പാരന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? എല്ലാ കാര്യത്തിലും ഷെയിം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നാണക്കേട്, ഞാനിത് പറഞ്ഞാൽ നാണക്കേടാവും, ഇത് ചെയ്താൽ ശരിയാവും, ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്താലും അവരെ ഞാൻ വേദനിപ്പിക്കും, ഞാൻ ഒരുപാടാണ് ഈ ചെയ്യുന്നതൊക്കെ, എന്നെ ഒട്ടും സ്നേഹിക്കാൻ കൊള്ളില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇമോഷണലി ഇവർ എന്ത് ചെയ്യും? പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ചിലവർ ഇമോഷണലി വിഡ്രോ ചെയ്യും, ഓവർ ഇമോഷൻ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ. ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എക്സ്പ്രഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരു വൾണറബിൾ ഫീൽ എപ്പോഴും അവർക്ക് അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇനി ചില ആൾക്കാരാണെങ്കിലോ ദേഷ്യത്തോടെ പെരുമാറും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഏൽപ്പിച്ചു എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത് തീർന്നില്ലേ അന്നൊന്ന് ചോദിച്ചാൽ മതി. എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ള, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവായിരിക്കും അവർ ചെയ്യുന്നത്. റെസ്പോൺസ് നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ഇത്രേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞില്ലേ. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നത്? അവരെ ബ്ലെയിം ചെയ്യുകയാണോ? ചെറുപ്പത്തിലും ഇങ്ങനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം അവരുടെ മൈൻഡിൽ പെട്ടെന്ന് വന്നിട്ട് ഇത് എന്നെ ബ്ലെയിം ചെയ്യണോ, ഞാൻ ഇത്ര നേരം ചെയ്തു എന്ന് കണ്ടില്ലേ, സമയം എടുക്കില്ലേ എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം ഇവരെന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ഒന്നെങ്കിൽ ഇമോഷണലി വിഡ്രോ ചെയ്യണം, കരയായിരിക്കും, എന്നിട്ട് അവര് മാറി നിന്ന് കരയുക, അല്ലെങ്കിൽ അത് ഇമോഷൻ മനസ്സിലൊതുക്കുക, ആ ഒരു രീതിയിലോട്ട് പോകും. അതല്ലെങ്കിൽ ദേഷ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ആ ഒരു ഷെയിം ആ രീതിയിലായിരിക്കും പുറത്തേക്ക് വരുന്നിട്ടുണ്ടാവുക. ജീവിതത്തിൽ ഞാൻ ഇമോഷൻ ഇത് ആഡ് ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ പറയാം. ഇമോഷണൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത് ഇമോഷണൽ ഫ്ലാഷ് ബാക്സ് ആണ്. ഇപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞല്ലേ, ഷെയിം പോലെ തന്നെ മുന്നേ ഉണ്ടായ ഓരോ ഈവൻസും എടുത്തെടുത്ത് പറഞ്ഞു, നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്ന് ഇങ്ങനെ ചെയ്തില്ലേ, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരും. പിന്നെ ഇവിടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ഒരു സർവൈവൽ മോഡ് പോലെയാണ് വരിക. അല്ലെങ്കിൽ ഇപ്പോ ഒരാൾ കുറ്റപ്പെടുത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയത്, വൈഫ് ഫുഡ് ഉണ്ടാക്കിയത് നിനക്കൊന്ന് മര്യാദയ്ക്ക് ഉണ്ടാക്കി കൂടായിരുന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ ഫുഡ് ശരിയായില്ല എന്ന്. ചിലപ്പോൾ ആള് പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ ആൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും ഇമോഷണലി ഭയങ്കര ട്രിഗർ ആവും. ഹൈ ആയിട്ട് പണ്ട് പറഞ്ഞത്, കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, ദെൻ സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി വരും. ആ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ഒരു രീതിയിൽ പറ്റാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും? റിയാക്ട് ചെയ്തിട്ടായിരിക്കും അവിടുന്ന് പോകുന്നത്. അതേപോലെ മെയിൽസിലും ഉണ്ട് കേട്ടോ, അത് ഫീമെയിൽസ് മാത്രമൊന്നല്ല റിയാക്ട് ചെയ്യാം, ഇവിടെ ഉണ്ടാവാം. ഇപ്പൊ നമ്മള് സാലറിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, റെന്റ് കൊടുക്കണം, അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് വളരെ നോർമലായിട്ട് വൈഫ് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പണ്ട് ആരെങ്കിലും ഒക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടാവാം, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇമോഷണലി കയറി വരികയും പെട്ടെന്ന് വൈഫിനോട് ചൂടായിട്ട് എഴുന്നേറ്റ് പോകുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഇമോഷണൽ ഫ്ലാഷ് ബാക്സിലോട്ട് കൊണ്ടുപോകുന്നതും അവരെ അവിടെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണല്ലോ ഇതുവരെ അല്ലേ? ഓക്കെ, ഇനി വരുന്നത് നെർവസ് സിസ്റ്റം ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ ഇമോഷണൽ ഫ്ലാഷ് ബാക്സ് ആയാലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി ആയാലും ഇതൊന്നും മെമ്മറിയുടെ ഭാഗമല്ല, ജസ്റ്റ് ഒരു ഓർമ്മയല്ല. പഴയ കാര്യങ്ങൾ ഓർത്തോണ്ട് മാത്രമല്ല, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ട്രോമ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പറയല്ലോ ട്രോമ ബോണ്ടിങ് ഒക്കെ വന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റബിൾ ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ബോഡിക്ക്. നമ്മുടെ ശരീരം എല്ലാ കാര്യത്തിനോട് അഡാപ്റ്റബിൾ ആണ്. നമ്മൾ ഓരോ ഏത് സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് അതിനോട് അഡാപ്റ്റബിൾ ആവാൻ നോക്കും. അതേപോലെ തന്നെ ട്രോമയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്, നമ്മുടെ നാഡീവ്യവസ്ഥയാണ്, മെമ്മറിയിലല്ല. മെമ്മറിയിലുണ്ട്, ഓർമ്മകളുണ്ട്, പക്ഷെ അത് ശരിക്കും അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരാള് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. ബയോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ട്രോമ ഇങ്ങനെയൊക്കെ ബിഹേവിയറിലോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്.
ഓരോ റിലേഷൻഷിപ്പും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾക്ക് പരസ്പരമുള്ള ഇമോഷൻ റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതാണെങ്കിലും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. അത് തിയററ്റിക്കലി കുറച്ച് വലിയൊരു കോൺസെപ്റ്റാ. പക്ഷെ ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ പോളിവാഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ട്. എപ്പോഴും കപ്പിൾസിന്റെ ഒരു കോൺഫ്ലിക്റ്റ് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു തിയറിയാണ് പോളിവാഗൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോളിവാഗൽ തിയറി. ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പല സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് വെൻട്രൽ വാഗൽ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ വെൻട്രൽ വാഗൽ ആണ് ആക്റ്റീവ് ആവുന്നെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കണക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൻട്രൽ വാഗൽ സിസ്റ്റം ആക്റ്റീവ് ആവും. ഇത് നമ്മുടെ ഒരു നെർവസ് സിസ്റ്റം ആണ്. ഇപ്പൊ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി ഫീൽ ചെയ്യും. ഇനി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ പോലും നമ്മളത് റിപ്പയർ ചെയ്യും. ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു എമ്പതി ഉണ്ടായിരിക്കും. അവരെല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അവരെന്തായിരിക്കും, എല്ലാ കാര്യങ്ങളും അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഒരു പാർട്ണറെ പറ്റി അറിയാൻ അവർ വളരെ ക്യൂരിയസ് ആയിരിക്കും. കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞായിരിക്കും പെരുമാറാൻ. അപ്പൊ നമ്മളൊക്കെ പറയില്ലേ, ഇതൊക്കെ ഊഹിച്ച് ചെയ്തുകൂടെ, നിനക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതൊന്നും പോസിബിൾ അല്ല അല്ലെ? ഒരാൾക്കും ഒരാളുടെ മൈൻഡും റീഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 10-25 ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ വീട്ടിലുള്ള ആരുടെയും മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജി പഠിച്ചുകൊണ്ട് നമുക്ക് ആർക്കും അത് പോസിബിൾ അല്ല. നീഡ്സ് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു സേഫ് കണക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവ് ആവുന്ന ഒരു സിസ്റ്റം ആണ് വെൻട്രൽ വാഗൽ സിസ്റ്റം. ഈ സിസ്റ്റം ആണ് ആ കപ്പിൾസിനിടയിൽ ആക്റ്റീവ് ആയതെങ്കിൽ അവർക്കിടയിൽ എമ്പതി ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിഞ്ഞ് പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു പരസ്പരം അതുകൊണ്ട് തന്നെ ഇമോഷണലി അവൈലബിൾ ആയിരിക്കും. കോൺഫ്ലിക്റ്റുകൾ റിപ്പയർ ചെയ്യും. ഇനി അതേ സമയം അവിടെ ഉണ്ടാവുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ആങ്കർ ആയിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രശ്നം. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, ഹസ്ബൻഡ് റെന്റ് അടയ്ക്കാൻ മറന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നും ഇങ്ങനെയാ, എന്നും ഒരു കാര്യ സമയത്ത് ചെയ്യില്ല, മറന്നു. അപ്പൊ മറക്കുമ്പോ എങ്ങനെ വൈഫിന് റെസ്പോണ്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഇന്ന് മറന്നോ, അയ്യോ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് നിങ്ങൾ ചെയ്യാറുന്നു അല്ലേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മറന്നില്ലേ, ഇനി നാളെ ഇത് മറക്കാതൊന്ന് ചെയ്യണേ എന്ന് പറയാം. ഇങ്ങനെ പറയുന്നതിന് പകരം പറഞ്ഞെന്താ, എന്നും ഇങ്ങനെ. ശരിക്കും എന്നും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ 6 മാസമായിരിക്കും ആകെ മറന്നിട്ടുണ്ടാവാം. പക്ഷെ പറയുന്ന ഡയലോഗ് ഇങ്ങനെ, എന്നും ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം അറിയണ്ടല്ലോ. ഇങ്ങനെയുള്ള ഡയലോഗുകൾ കേൾക്കുമ്പോഴേക്കും അപ്പുറത്ത് എന്തുണ്ടാവും, ആങ്കർ ഉണ്ട്. ദാറ്റ് ഈസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും. എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നു നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഡിഫെൻസീവ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കോൺഫ്ലിക്റ്റ് അവിടെ എസ്കലേറ്റ് ചെയ്ത് പോകും, അങ്ങേയറ്റം വരെ പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമും ക്രിറ്റിസിസും മാത്രം ബാക്കിയാവും. നമ്മുടെ നെർവസ് സിസ്റ്റം അങ്ങനെയായിരിക്കും ആക്റ്റീവ് ആവുന്നത്. എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും. അതായത് ആങ്കറോ ബ്ലെയിമോ ക്രിറ്റിസിസോ വരുന്ന സമയത്ത് കപ്പിൾസിന്റെ ഇടയിൽ ആക്റ്റീവ് ആവുന്ന നെർവസ് സിസ്റ്റം ആണ് സിമ്പത്തറ്റിക് സിസ്റ്റം. ദെൻ ഈ പറഞ്ഞ പോലെ ഡോർസൽ വാഗൽ ഉണ്ട്, ഇവിടെ ഷട്ട് ഡൗൺ ആ. ഇമോഷണലി ഇവർ ചോദിക്കുക, ഇയാൾക്ക് വികാരമൊന്നുമില്ല, ഇവർക്ക് അല്ലെങ്കിൽ വികാരമൊന്നുമില്ല, ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു കാര്യമില്ല എന്നുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഡോർസൽ വാഗൽ സിസ്റ്റം ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐ ഡോണ്ട് കെയർ എന്നുള്ള റെസ്പോൺസ് ആയിരിക്കും. സ്വയം വിഡ്രോ ചെയ്യും അല്ലെ, ആ കാര്യം ഡിസോസിയേറ്റ് ചെയ്ത് വേറെ കാര്യത്തിലേക്ക് പോവും. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പാർട്ണർ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റേ വ്യക്തി ചിലപ്പോൾ ഈ ഷട്ട് ഡൗൺ മോഡിലേക്കായിരിക്കും പോകുന്നുണ്ടാവാം. വളരെ സൈലന്റ് ആയിട്ട് ഇതിലൊന്നും എൻഗേജ് ചെയ്യാതെ അയാളുടെ കാര്യം നോക്കിപ്പോകും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും കോൺഫ്ലിക്റ്റ് കൂടെ ഉള്ളൂ. അതാണ് ഞാൻ പറയണമെന്ന് കേൾക്കണ്ടേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ പോയാൽ മതി.
എന്നുള്ള ഒരു കാര്യമായിരിക്കും അപ്പുറത്തുനിന്ന് വീണ്ടും വരിക. അവർക്കിടയിൽ ആ ഒരു ഇന്റിമസി എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇതൊക്കെ ട്രോമ റെസ്പോൺസാ. ചെറുപ്പത്തിൽ ട്രോമ ആയതുകൊണ്ടാണ് നമ്മൾ പലരും പല രീതിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റം റിയാക്ട് ചെയ്യുന്നത്. ചിലവര് നെർവസ് സിസ്റ്റം റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും സിമ്പത്തറ്റിക് മോഡിലാണ്. സിമ്പത്തറ്റിക് മോഡ് പറഞ്ഞാൽ സർവൈവൽ മോഡാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു കാര്യം അവിടെ നടന്നില്ല എന്ന് കാണുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള എമർജൻസി മോഡ് ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആങ്കർ, ക്രിറ്റിസിസം രീതിയിലായിരിക്കും. ഇനി ഇമോഷണലി നെഗ്ലക്ട് ചെയ്തൊരു കുട്ടിയാണ്, ട്രോമയിലൂടെ പോയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഏത് സിസ്റ്റം ആയിരിക്കും ആക്റ്റീവ് ആവുക? ഡോർസൽ വാഗൽ സിസ്റ്റം ആണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി അഡൾട്ട് ആവുന്ന സമയത്ത് ഇമോഷണലി നമ്പായിട്ട് മാറും, വിഡ്രോ ചെയ്യും, കെയർ ചെയ്യില്ല. മറ്റേ സിസ്റ്റം പിന്നെ നമുക്ക് പറയണ്ടല്ലോ. ഓൾറെഡി ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ വളർന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻഷിപ്പിൽ അവരുടെ വെൻട്രൽ വാഗൽ സിസ്റ്റം ആയിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇമോഷണലി അവരും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇഷ്യൂസ് വരുന്നത് ഇത് രണ്ടും. അപ്പൊ ഇമോഷണലി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞ്. കുട്ടിക്കാലത്ത് ഇമോഷണൽ നെഗ്ലക്റ്റും അത്തരം ട്രോമാസിലൂടെ പോയവര് അഡൽട്ട് ആകുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുന്ന ഡോർസൽ വാഗൽ ആയിരിക്കും. അവിടെ ഈ ഒരു ഷട്ട് ഡൗൺ മോഡായിരിക്കും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ. അതേസമയം ട്രോമയിലൂടെയും ഇമോഷണൽ അബ്യൂസിലൂടെ ഒക്കെ പോയി എമർജൻസി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവിടെ ആക്റ്റീവ് ആവുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും എമർജൻസി സിസ്റ്റം ആണ്. അവിടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും അവർ എല്ലാ കാര്യത്തെയും റെസ്പോണ്ട് ചെയ്യുക. ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്കിടയിൽ ഒരു കപ്പിൾസ് വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ആദ്യം കാണുന്ന പ്രശ്നം അല്ലെ? ഇവര് സംസാരിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞാല് സംസാരിച്ച രീതി ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷെ ആ സംസാരിക്കുന്ന രീതിക്ക് പുറകിലുള്ള റീസൺ ഒന്ന് നമ്മുടെ നെർവസ് സിസ്റ്റവും ട്രോമയും ആവാം. എല്ലാ കേസിലും അല്ലെങ്കിലും മിക്ക കേസസിലും ഒക്കെ നമുക്ക് കാണുന്ന ഒരു റീസൺ ആണ് ട്രോമ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ട്രോമ ലൂപ്പായിട്ട് ആക്ട് ചെയ്യുക. ഈ ഒരു റെസ്പോൺസ് വരും, മറ്റേയാളും ഓപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ അത് ഒരു ഡിസ്റെഗുലേഷൻ ക്രിയേറ്റ് ചെയ്യും. എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താ വേണ്ടത്? കോറെഗുലേഷനാ. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല കേട്ടോ. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും എത്ര സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കാരണം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള രണ്ട് വ്യത്യസ്ത മനുഷ്യരാണ്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വളരെ നോർമലാണ്. പക്ഷെ അവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്നവരാണെങ്കിൽ അവിടെ കോറെഗുലേഷൻ ഉണ്ടാവും. മറ്റാളുടെ ഇമോഷൻസിനെ അക്നോളജ് ചെയ്യുകയും പരസ്പരം കാം ചെയ്ത് നീഡ്സ് എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർ ആ കോൺഫ്ലിക്റ്റിനെ ഉപയോഗപ്പെടുത്തും. അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം, ഇപ്പൊ ട്രോമ വരുന്ന സിറ്റുവേഷൻസിലെല്ലാം അവിടെ സംഭവിക്കുന്നത് ഡിസ്റെഗുലേഷൻ ആണ്. ഒന്നുകിൽ എസ്കലേഷൻ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ. രണ്ടു പേർക്കും അവരുടെ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാൾ റിയഷൻസ് നോക്കുമ്പോൾ അവോയ്ഡന്റ് ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യും തോറും മറ്റേ ആളുടെ ആങ്സൈറ്റി കൂടും. വീണ്ടും അയാൾ ഒച്ചെടുക്കും, വീണ്ടും ഇയാൾ വിഡ്രോ ചെയ്യും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പോകും. ഇപ്പോ നേരത്തെ ഞാൻ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു കേസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഒരാൾ വളരെ ആങ്ഷ്യസും മറ്റേ ആള് കുറച്ച് എന്താ പറയാ അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം ആള് ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഓവർ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനിലാണ്. വൈഫിന് ഇങ്ങനെ ഹസ്ബൻഡ് പുറത്ത് ഫ്രണ്ടിന്റെ കൂടെയൊക്കെ പോകുന്നത്, സിനിമയ്ക്ക് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പേടി. അവര് വേണ്ട, എന്നെ വേണ്ട, ഹസ്ബൻഡ് എപ്പോഴും ഫ്രണ്ട്സിനെ മതി, വർക്ക് മതി, വേറെ ഒന്നും വേണ്ട, എന്നോടൊരു സ്നേഹവും ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വൈഫിനുള്ളത്. പക്ഷെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിട്ട് അവൾക്ക് ജോലിയുണ്ട്, അവൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കൂടെ, അവൾ എന്താ പോവാത്തത്, ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ആരുടെ കാഴ്ചപ്പാട്? രണ്ടുപേർക്കും ജോലി ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ പറ്റും. രണ്ടുപേരും വർക്കിംഗ് ആണ്. രണ്ടുപേരും രാവിലെ എഴുന്നേൽക്കും, ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, കിടന്നുറങ്ങും. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നവരാണ്. ഇപ്പൊ 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, 1.5 വർഷമായിട്ടുള്ളൂ. ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ കൂടി വന്നപ്പോഴാണ്
ഇവരെന്ത് ചെയ്യുന്നത്, ഒരു കൗൺസിലിംഗ് എടുക്കാം, വൈഫിന്റെ തീരുമാനമായിരുന്നു കൗൺസിലിംഗ് എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. വൈഫിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഹസ്ബൻഡ് കെയർ ചെയ്യുന്നില്ല, വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല, ഒരു കാര്യത്തിൽ കൂടെ നിൽക്കുന്നില്ല, എന്നെ വേണ്ട, ഫുള്ള് വേണ്ടത് ഫ്രണ്ട്സും വർക്കും അല്ലാതെ ഒരു പ്രയോറിറ്റിയില്ല, വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ നോക്കി ഇരിക്കലാണ് എന്നുള്ളതാണ് വൈഫിന്റെ കംപ്ലൈന്റ്. ഇതിന് ഹസ്ബൻഡ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എനിക്ക് പിന്നെ പുറത്തു പോകണ്ടേ, എന്നും ഇവളെ നോക്കിയിട്ട് വീട്ടിലിരുന്നാൽ മതിയോ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ, എനിക്ക് എന്റേതായ ഒരു ഫ്രീ ടൈം വേണ്ടേ, എനിക്ക് എന്റേതായ ഒരു സമയമില്ലേ, എനിക്ക് കുറച്ചു നേരം മൊബൈൽ നോക്കാൻ പാടില്ലേ. ഒന്നാമത് വർക്ക് പ്രഷറിലാണ് വരുന്നത്, വല്ലപ്പോഴും ഫ്രണ്ടിന്റെ കൂടെ പോകുന്നതാണ്, ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്നതാണ് കുറച്ച് സമാധാനം. ഇതില് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ രണ്ടുപേരിലും എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കേസാട്ടോ. എന്താ തോന്നുന്നത്? വൈഫിന്റെ പ്രശ്നം എന്തായിരിക്കും? ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതാണോ വൈഫിന് ശരിക്കും പ്രശ്നം? കെയർ ചെയ്യുന്നില്ല മാം, ആ ഹസ്ബൻഡ് yes. കെയർ ചെയ്യുന്നില്ല. അമിതമായ ഒരു പൊസസീവ്നെസ് ആണോ നടക്കുന്നത്? പൊസസീവ്നെസ് ആൻഡ് ഒക്കെ വൈഫിനെ കെയർ ചെയ്യുന്നില്ല, ഹസ്ബൻഡ് വൈഫ് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തും പറയാനുണ്ടോ? ഹസ്ബൻഡ് സൈഡ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ സംഭവം പറഞ്ഞുതരാം. വൈഫിനെ സംബന്ധിച്ച് വൈഫ് കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. മാമ് പോയോ? ഒരു മിനിറ്റ്, നെറ്റ് കട്ടായതാ. ഇവിടെ വൈഫിന്റെ കേസിൽ വൈഫ് എന്ന് പറയുന്നത് കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ആളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല ഹസ്ബൻഡ്, രണ്ടുപേരും വർക്കിംഗ് ആണല്ലോ. അപ്പൊ ഇവരെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയം ഇവരെ ഒന്നിച്ചുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഒന്നിച്ചിരിക്കണം, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകണം, എല്ലാ ദിവസവും എന്നല്ല, എപ്പോഴും രണ്ടുപേരും വർക്കിംഗ് ആണ്, അവർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുകളോ വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂസോ ഒന്നും ഇല്ല. ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് നെറ്റ് ഇത്തിരി അൺസ്റ്റേബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ മൂവിക്ക് പോകുന്നതല്ല പ്രശ്നം, വൈഫിന്റെ കൂടെ പോവാത്തതാണ് പ്രശ്നം വൈഫിനെ സംബന്ധിച്ച്. അതായത് ഹസ്ബൻഡ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, ഹസ്ബൻഡിന് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിലൊന്നും വൈഫിന് ശരിക്കും പ്രശ്നമില്ല, അതൊരു കാരണമാക്കി എടുക്കുന്നതാണ്. വൈഫിന് കിട്ടാത്തത് അപ്പുറത്ത് കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ ഇവിടെ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ആദ്യം വൈഫ് തുറന്ന് സംസാരിക്കണം, വൈഫ് ചെയ്യേണ്ട കാര്യം വൈഫ് തുറന്ന് സംസാരിക്കാം, എനിക്ക് സോറി നെറ്റ് വീണ്ടും കട്ടായി. അപ്പൊ ഇവിടെ വൈഫിന് ആദ്യ ആവശ്യം വൈഫ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതായിരുന്നു, ഹസ്ബൻഡിനോട് തുറന്ന് പറയണമായിരുന്നു, എനിക്ക് ഇന്നതൊക്കെയാണ് ആവശ്യം, നമുക്കിടയിൽ ഇങ്ങനെ ഒരു സമയം വേണം എന്നുള്ളത് വൈഫ് ഇന്നേ വരെ തുറന്ന് സംസാരിച്ചിട്ടില്ല. പറയുമ്പോൾ ദേഷ്യപ്പെട്ടും വഴക്കിടുമ്പോൾ പറയും എന്നല്ലാതെ ഒരു തവണ പോലും ഇവര് രണ്ടുപേരും കൂടെ സമാധാനമായിട്ടിരുന്ന് സംസാരിച്ചിട്ടില്ല. ഇനി ഹസ്ബൻഡിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് അങ്ങ് തീരുമാനിക്കുകയാണ്, ഇത് മാത്രമാണ് എനിക്ക് സമാധാനം കിട്ടാനുള്ള ഒരു വഴി, വർക്കിന്റെ സ്ട്രെസ്സിനുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോണതും സോറി വൈഫിന് ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോട്ടെ എന്നൊക്കെ ആൾ അങ്ങ് നേരത്തെ കയറി ജഡ്ജ് ചെയ്യാൻ നിൽക്കുവാണ്. വൈഫ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴേക്കും രണ്ടു പേരുടെ നീഡ്സും ഡിഫറെന്റ് ആയിരിക്കും.
അപ്പൊ വൈഫിന്റെ നീഡ്സ് ഇവിടെ അംഗീകരിക്കുക എന്നുള്ളത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എല്ലായ്പ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയായിരിക്കും, പക്ഷെ പറ്റുന്ന സമയത്ത് ഒന്നിച്ച് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതും, ഒന്നിച്ച് കാര്യങ്ങൾ സംസാരിക്കുക, ഇടയ്ക്കൊന്ന് പുറത്ത് പോവുക, ഒന്നിച്ചൊരു മൂവിക്ക് പോവുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കേസിൽ. കാരണം അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ഇല്ലതാനും. ഉള്ളവരാണെങ്കിൽ ശരിയാണ്, നമുക്കതൊന്നും ഒട്ടും പോസിബിൾ അല്ല, ഇതൊക്കെ നോക്കണമായിരുന്നു. ഇവിടെ അങ്ങനത്തെ കേസ് ഇല്ല. ഞാൻ ഹസ്ബൻഡ് ഫ്രണ്ട് കൂടെ പോകുമ്പോൾ വൈഫിനും അത് നോട്ട് ചെയ്യാമായിരുന്നു, പറയാം. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ പോയ ദിവസം അത് പറയുന്നതിന് പകരം മറ്റൊരു ദിവസം വളരെ സമാധാനപരമായിട്ട് ഇരുന്നിട്ട് പറയാം, ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോ, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനൊരു ടൈം വേണമെന്നും വൈഫ് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇവിടെ മെയിൻ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ വലിയ ട്രോമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡ് ഒരു വിചാരം, ഹസ്ബൻഡ് കുറച്ച് അവോയ്ഡൻ ടൈപ്പ് തന്നെയാണ്. ഇയാള് കുറച്ചൊരു ഹാങ്ഷ്യസും ആണ്, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഇത്തിരി ഉണ്ട് ആൾക്ക്, വൈഫിന്. അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടു പോവോ, എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ എന്നുള്ളൊക്കെ ഒരു തോന്നല് വരുന്നത്. പക്ഷെ ഹസ്ബൻഡ് അങ്ങനെയൊന്നുമില്ല. ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് തന്നെയാണ് ഇൻ റിയാലിറ്റി. ഇപ്പൊ ജോബിന്റെ കേസ് ആണെങ്കിലും വൈഫിന്റെ ടൈം എടുക്കുന്നതാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് വൈഫ് എന്ത് ചെലവാക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഒന്നും അല്ല. അങ്ങനെ ആവരുത് ഒരാളും, പക്ഷെ അങ്ങനെയുള്ള ഒരാളെ അല്ല. ആള് വിചാരിക്കുന്ന അവൾ അവളുടെ ടൈം എടുത്തോട്ടെ, അവൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകാലോ മൂവിക്ക് പോകാലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആള് നിൽക്കുന്നത്. ഒരു കുറച്ചൊരു ഡിപ്പെൻഡൻസ് പേടിയുള്ള പോലെ, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആവാൻ പേടിയുള്ള പോലത്തെ ഒരു രീതിയിലാണ് ഹസ്ബൻഡ് നിൽക്കുന്നത്. ആ ഒരു പ്രശ്നമാണ് നമ്മൾ അവിടെ ആദ്യം സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ സോൾവ് ചെയ്യുക എന്നുള്ളതേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ. അത് മാറ്റം വരുമ്പോൾ തന്നെ അവരുടെ ഇടയിലുള്ള ഇഷ്യൂ സോൾവ് ആവുന്നുള്ളത്. പിന്നത്തെ ഒരു കേസ് ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ നാർസിസ്റ്റിക് കേസ് ആയിരുന്നു. അത് വളരെ നാർസിസ്റ്റിക് അബ്യൂസിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കേസാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എന്താണ് കുറെ കാലമായിട്ടോ, അവർക്ക് 10-35 വയസ്സായിപ്പോ, അവര് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു, 21 വയസ്സിലൊന്നും കല്യാണം കഴിച്ചതാണ്. ഇത്രയും കാലം അബ്യൂസിലൂടെ പോകുന്ന മക്കളൊക്കെ കുറച്ച് വലുതായി. ഇപ്പൊ മക്കൾക്കും ഇഷ്യൂസ് ഒക്കെ മനസ്സിലാവാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ പുള്ളിക്ക് വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ പുള്ളിക്കാരി ട്രോമ ബോണ്ട്, പുള്ളിക്കാരിക്ക് ഇത്രേ വേണ്ട, ആ ട്രോമ ബോണ്ടിങ്ങിന് പുറത്ത് വരണം. ആൾക്ക് ഡിവോഴ്സ് വേണ്ട. ആളെന്നോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട. ഞാൻ ഓൾറെഡി കൗൺസിലിംഗ് പോയടത്തൊക്കെ എന്നോട് ആദ്യം പറഞ്ഞു ഡിവോഴ്സ് ചെയ്യണം, ഡിവോഴ്സ് വേണ്ട, എനിക്ക് എന്റെ മക്കളുടെ അച്ഛൻ അവിടെ ഉണ്ടായിരിക്കണം, പക്ഷെ എനിക്ക് ഈ ട്രോമ ബോണ്ടിങ്ങിന് പുറത്ത് വരണം, മക്കളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു പുള്ളിക്കാരുടെ നീഡ് എന്ന് പറയുന്നത്. പുള്ളിക്കാർ ജോബിന് വേണ്ടി ഇപ്പൊ നോക്കുന്നുണ്ട്. ജോബ് ശരിയായാലും ആളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ആള് തന്നെ നോക്കാം. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന പല കേസായിരിക്കും. ഇവിടെ അവർക്ക് ആ കപ്പിൾസിന്റെ ഇടയിൽ വർക്ക് ചെയ്യണ്ട, അവരുടെ ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് പുറത്തു വരിക എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. പിന്നെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഹസ്ബൻഡും വൈഫും തന്നെയാണ്, സെയിം ഇഷ്യൂ, നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ്. പക്ഷെ അവിടെ ട്രോമയുണ്ട്. ട്രോമയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹസ്ബൻഡ് കോൺട്രാക്ടർ ആണ്, വൈഫ് ഹൗസ് വൈഫാണ്. ഇവർക്ക് ഇവർ സ്നേഹിച്ചൊക്കെ കല്യാണം കഴിച്ചതാ. ആദ്യത്തെ കുറെ കാലമൊന്നും കുഴപ്പമില്ല. പിന്നെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വൈഫ് പറഞ്ഞു ഞാനൊന്നും കാര്യമാക്കില്ല, കാരണം എനിക്ക് മക്കളെ നോക്കാനുണ്ടായിരുന്നു, മക്കളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ വലുതായി. ഒരാള് എന്താ പറയാ ഡിഗ്രിക്കൊക്കെ ആയി, ഒരാള് +2 ഒക്കെ ആയി. അപ്പോ മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി പോവാൻ തുടങ്ങി. അവർ അവരുടേതായ ഒരു ഓട്ടോണോമി അറിയലാണ്. അപ്പൊ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പുള്ളിക്കാരിക്ക് വലിയ കണക്ഷൻസ് ഇല്ല. ആള് കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് ഇല്ല. അയൽപ്പക്കമായിട്ട് ചെറിയൊരു കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുള്ളത്, വലിയ അറ്റാച്ച്മെന്റ് ആരുമായിട്ടും ഇല്ല. ഒരു പ്രത്യേക ടൈപ്പിലാണ് വൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഇവര് മിഡിൽ ഏജ്ഡ് ആയപ്പോഴേക്ക് 40s കഴിഞ്ഞു. ഈ 40s കഴിഞ്ഞപ്പോഴാണ് ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ കൂടിക്കൂടി വന്നത്. അവസാനം മക്കൾക്കും അത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കൂ, റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം അവർ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. അവർ സ്നേഹിക്കുന്ന ഒരു സമയം, അതിന് കഴിഞ്ഞ് പാരന്റിങ്, അതെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഒരു സമയം എത്തിയപ്പോഴാണ് ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് കൂടുന്നത്. കാരണം ഇപ്പൊ എന്താന്നറിയില്ല, വൈഫൈ തന്നെ ചതിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഇപ്പൊ കേൾക്കാമെന്ന് വിചാരിക്കണു. ഞാൻ വീഡിയോ ഓഫാക്കി പ്രസന്റേഷൻ ഓഫാക്കി എന്നിട്ട് സ്റ്റേബിൾ ആവുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വൈഫിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ 40s കഴിഞ്ഞു, വൈഫിനൊന്നും ചെയ്യാനില്ല. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മക്കളുടെ കാര്യത്തിൽ ഇടപെടാനില്ല. കുറച്ച് ഒരു വർഷത്തിന് മേലെയായിട്ട് ഇവർക്കിടയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റുകളാണ്. മക്കളുടെ കാര്യമായാലും അവരുടെ ലൈഫ് ഡിസിഷൻസ് ആയാലും പറഞ്ഞിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇവർക്കിടയിൽ വരുന്നു. ഇവിടെ ട്രോമ എന്താന്ന് മാത്രം വേഗം പറയാം. ഇവിടെ വൈഫിനെ സംബന്ധിച്ച് വൈഫ് വളർന്നത് മൊത്തം അങ്കിളിന്റെയും ആന്റിയുടെയും കൂടെയാണ്, മാമന്റെയും അമ്മായിയുടെയും കൂടെയാണ് വളർന്നിട്ടുള്ളത്. കാരണം അച്ഛൻ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോവുകയും അമ്മ രണ്ടാമത് കല്യാണം കഴിക്കുകയും ചെയ്തു. അവിടെ നിർത്താൻ പറ്റാത്ത കൊണ്ട് അമ്മയുടെ ബ്രദറാണ് ഈ പുള്ളിക്കാരിനെ ചെറുപ്പം തൊട്ടേ വളർത്തിയിട്ടുള്ളത്. അവരുടെ മക്കളുടെ കൂടെ വളർത്തി പഠിപ്പിച്ചു, ഡിഗ്രി വരെയൊക്കെ പഠിപ്പിച്ചു. ഡിഗ്രിക്കാണ് ഇവര് തമ്മിൽ ഇഷ്ടപ്പെടുന്നതും പിന്നീട് പുള്ളീനെ കല്യാണം കഴിക്കുന്നതും. ഇനി മറ്റേ ആള് കോൺട്രാക്ടറിന്റെ ഉള്ള ഹസ്ബൻഡ് ഒരു ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ എപ്പോഴും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്കാലം തൊട്ടേ ആള് പൈസ ഇല്ലാതെയാണ് വളർന്നത്. അച്ഛൻ ചെറുപ്പത്തിലെ ഇതേപോലെ മരിച്ചുപോയി. അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ച് പണമാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. വൈഫൊക്കെ ഉണ്ട്, സ്നേഹമുണ്ട്, അവർ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് റെസ്പോൺസിബിലിറ്റീസ് വന്നപ്പോ പുള്ളിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മൊത്തം പണത്തിലാണ്. കാരണം കുട്ടികളുണ്ട്, കുട്ടികളുടെ ഭാവി, കുട്ടികളുടെ ഫ്യൂച്ചർ, കുട്ടികളുടെ പഠനം, ആള് അതിലോട്ട് മാത്രം ഒതുങ്ങിപ്പോയി. ഈ അമ്മയാണെങ്കിൽ എന്തിലോട്ട് മാത്രം പോയി. അപ്പൊ ഹസ്ബൻഡ് എന്നുള്ളതായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് വന്നതിലും അമ്മ എന്നുള്ള ആ റോളിനുണ്ടല്ലോ അതിൽ മാത്രം ഇവരങ്ങ് ഒതുങ്ങിക്കൂടി. ഇവര് തമ്മില് ഒരു കണക്ഷനേ ഇല്ലാതെ ഇത് കഴിഞ്ഞ് മക്കൾ ഒരു സമയം എത്തിയിട്ട് ഇവര് വീണ്ടും കണക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയില്ലേ. ഹസ്ബൻഡ് വൈഫ്, അച്ഛൻ അമ്മ എന്നുള്ള റോൾ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ട് ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷൻ വരുമ്പോഴേക്കും ഇവർക്ക് ഇത് അഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ അഫക്ട് ചെയ്ത് ഇവരുടെ ട്രോമയാണ്. ആ അമ്മേനെ സംബന്ധിച്ച് എപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടണം, സ്നേഹം കിട്ടണം. ഇമോഷണലി ഒരു ഫാദർ ഫിഗർ ആയിട്ടാണ് ഹസ്ബൻഡിനെ അവിടെ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു അച്ഛനിൽ നിന്ന് കിട്ടേണ്ട, അല്ലെങ്കിൽ ഒരു പാരന്റിൽ നിന്ന് കിട്ടേണ്ട അഫെക്ഷനും സ്നേഹവും കെയറും ക്വാളിറ്റി ടൈമും ഒക്കെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടണമെന്ന് വൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഹസ്ബൻഡ് ആഗ്രഹിച്ച എന്താണ്, എന്റെ അച്ഛന് മക്കളെ നന്നായി നോക്കാൻ പറ്റിയില്ല, ആള് കടം കയറി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരാളാണ്, എനിക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാവരുത്, മക്കള് നന്നാവണം എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ആരെ എടുത്ത് വെക്കുന്നത്, കോൺട്രാക്ടർ ആയിട്ടുള്ള ഹസ്ബൻഡ് എടുത്ത് വെക്കുന്നത്. അപ്പൊ ആൾ അതിന് വേണ്ടിയിട്ടാണ് കിടന്ന് കഷ്ടപ്പെട്ട്, ഫിനാൻഷ്യലി അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നിട്ടും അവര് കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാണ്, ആ ഒരു ബിലീഫ് ഉണ്ടല്ലോ, എന്റെ മക്കൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരരുത് എന്നുള്ള ഒരൊറ്റ ഇതിൽ മാത്രമാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇവർക്കിടയിൽ എന്ത് വന്ന് കോൺഫ്ലിക്റ്റ് വന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ആ ഒരു ചൈൽഡ്ഹുഡ് സംഭവം ഇവരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ആയിട്ട് കിടക്കുന്നത്. വൈഫിന് എപ്പോഴും ആ കെയറും നീഡ്സൊക്കെ വേണം, അതൊന്നും കിട്ടുന്നില്ല. മക്കളുണ്ടായപ്പോ അതെന്തായി, മക്കളോടായി. അത് കഴിഞ്ഞപ്പോഴും അത് കഴിയുമ്പോഴെങ്കിലും ഹസ്ബൻഡ് വീണ്ടും നമ്മളോട് സ്നേഹം കാണിക്കുമെന്ന് പ്രകടിപ്പിക്കുന്ന മൊമെന്റിലും അതൊന്നുമില്ല. ആള് വീണ്ടും വീണ്ടും പണത്തിന് പുറകെ പോകുമ്പോൾ വൈഫിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലൈഫ് ലോങ് അവർക്ക് ഇത് കിട്ടിയിട്ടില്ല ആ സ്നേഹം. ഒരു സമയത്ത് ഹസ്ബൻഡ് നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാഗ്രഹിച്ച പോലെയുള്ള എല്ലാ സ്നേഹവും കെയറും എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് ഇല്ലാതാവുകയും തിരിച്ചു കിട്ടും, ഇനിയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതില്ല. അവിടെയാണ് കോൺഫ്ലിക്റ്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി കുറച്ചും കൂടി പറയാനുണ്ട്. ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്, കട്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വരുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാമോ? ഓക്കെ. ഞാൻ കുറച്ച് സ്പീഡിലെ കേസ് പറഞ്ഞ് ഇനി കട്ടാവണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു. ദെൻ ട്രോമ, കുറെ കേസ് ഉണ്ട് കേട്ടോ, എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം അനുവദിക്കില്ല. എങ്ങനെയാണ് നമ്മൾ അസസ്മെന്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു കേസ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ ട്രോമ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനത്തെയാണ്, അവരുടെ ഒരു ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെന്റ് എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കണം. ട്രോമ എക്സ്പോഷർ എത്രത്തോളം ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, ഒവേർട്ട് ഓർ കവേർട്ട്. ഒവേർട്ട് മീൻസ് ഫിസിക്കലി അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് വരുന്ന കേസസ്. കവേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണലി പറഞ്ഞില്ലേ, ഇമോഷണലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലെ ഏത് ഇഷ്യൂ ആണ്, ചൈൽഡ്ഹുഡിലുള്ള ഏത് ഇഷ്യൂ അല്ലെങ്കിൽ ഏതൊരു ഇമോഷനാണ് ഇപ്പൊ അവരുടെ കോൺഫ്ലിക്റ്റിനെ ട്രിഗർ ചെയ്യിക്കുന്നത്, ഇവർക്ക് എത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടെയൊക്കെ ഇവർ ഇമോഷണലി ഹൈ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട്
പ്രത്യേകം നോക്കണം. ഒരു അസസ്മെന്റ് എടുക്കുമ്പോൾ ഇത് മാത്രം പോരാ. നമ്മൾ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഹിസ്റ്ററി, ഒക്യുപേഷണൽ ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ, ഫാമിലി ഡൈനാമിക്സ്, ദെൻ ഒരു മെഡിക്കൽ സൈക്കാട്രിക് ഹിസ്റ്ററി, MSc എല്ലാം വേണം. അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടത് ട്രോമ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഹിസ്റ്ററിയും ട്രോമ എക്സ്പോഷറും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഏരിയാസും വളരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യണം. അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇൻഡിവിജ്വൽ കേസസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ നാർസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ആണ് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വളരെ സബ്സ്റ്റൻസ് യൂസ് ഉള്ള അഡിക്ഷൻ ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വൈഫിനായിരിക്കാം എന്തെങ്കിലും ട്രോമയിലൂടെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ വൈഫിനോ ഹസ്ബൻഡോ ആർക്കെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇങ്ങനത്തെ കേസസ് വരികയാണെങ്കിൽ കപ്പിൾ തെറാപ്പി നടക്കില്ല. അതായത് രണ്ടുപേരും വില്ലിങ് ആവണം. ഒരു കപ്പിൾ തെറാപ്പി എന്ന് പറയുമ്പോൾ രണ്ടുപേരും നമ്മുടെ അടുത്ത് വരണം. നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും രണ്ടുപേരും ചെയ്താൽ മാത്രമേ കപ്പിൾ തെറാപ്പി വർക്ക് ആവുള്ളൂ. ഇപ്പൊ കപ്പിൾ തെറാപ്പി അപ്രോപ്രിയേറ്റ് അല്ലാത്ത സിറ്റുവേഷൻസ് ആണ് അബ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ അബ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ലീഗൽ വഴിക്ക് അതിനെ വിട്ടാക്കണം. ദെൻ അൺട്രീറ്റഡ് ആയിട്ടുള്ള PTSD, ട്രോമ അവരിൽ കിടക്കുവാണ്, ഗ്രീഫ് കിടക്കുവാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ തെറാപ്പിക്ക് റെഫർ ചെയ്യണം. കാരണം ആദ്യം അവരെ ഹീൽ ചെയ്താൽ മാത്രമേ കപ്പിൾ തെറാപ്പി വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തിലോട്ട് വിടാം, ഇൻഡിവിജ്വൽ തെറാപ്പിയിലോട്ട് റെഫർ ചെയ്യണം. അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ദെൻ അൺസേഫ് ആയിട്ടുള്ള പവർ ഡൈനാമിക്സ്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് പോലെയുള്ള കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അവിടെ ഒരു കപ്പിൾ തെറാപ്പി ഒറ്റയടിക്ക് വർക്ക് ആവില്ല. ലീഗൽ മാറ്റേഴ്സ് ആണെങ്കിൽ അത് അങ്ങോട്ട് വിടുക. സൈക്യാട്രിയിലോട്ട് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ സൈക്യാട്രിയിലോട്ട് റെഫർ ചെയ്യാം. അതല്ല ഒരു സൈക്കോളജിസ്റ്റിൽ ഇൻഡിവിജ്വൽ തെറാപ്പി എടുക്കുന്ന കേസായിട്ട് നമുക്ക് ഫീൽ ചെയ്തെന്നെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കപ്പിൾ തെറാപ്പി എടുക്കണം. ഇപ്പൊ ഒരു ആൻസൈറ്റി പേഷ്യന്റ് വന്നു, വൈഫ് ആൻസൈറ്റി ഉള്ള ഒരാളാണ്, ഹസ്ബൻഡ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അവിടെ കപ്പിൾ തെറാപ്പി വർക്ക് ആവില്ല. കപ്പിൾ തെറാപ്പി വർക്ക് ആവണമെങ്കിൽ ഇവരുടെ ആൻസൈറ്റി കുറച്ചെങ്കിലും കൺട്രോൾഡ് ആവണം. അപ്പൊ എന്ത് ചെയ്യും, ഇവരോട് പറയാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട്, ഇത് ആദ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ തെറാപ്പി എടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഇൻഡിവിജ്വൽ തെറാപ്പി എടുപ്പിക്കുക. പാരലലായിട്ട് കപ്പിൾ തെറാപ്പി കൊണ്ടുപോകാം. കുറച്ച് നാൾ അവർ ഇൻഡിവിജ്വൽ തെറാപ്പി എടുത്ത് ഒന്ന് കാമായ ശേഷം നമ്മൾ കപ്പിൾ തെറാപ്പി ഇവിടെ നടത്തുക. ഇപ്പുറത്ത് ഇൻഡിവിജ്വൽ തെറാപ്പി നടക്കും, ഇപ്പുറത്ത് കപ്പിൾ തെറാപ്പി നടക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ തെറാപ്പിസ്റ്റ് ആവരുത് കേട്ടോ. നിങ്ങൾ ഇൻഡിവിജ്വൽ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കപ്പിൾ തെറാപ്പിക്ക് വേറെ ആളുടെ അടുത്ത് വിടണം. അല്ല നിങ്ങൾ കപ്പിൾ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ തെറാപ്പിക്ക് വേറെ ആളുടെ അടുത്ത് വിടണം. ഒരു കപ്പിളിന്റെ ഇടയിൽ അത് നിങ്ങൾ എടുത്തു വെക്കരുത്. ഓക്കെ, അത് നമ്മുടെ എത്തിക്സിനെതിരാണ്. കാരണം നിങ്ങൾ കപ്പിൾ തെറാപ്പിയിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ക്ലയന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരാളെ മാത്രം എക്സ്ട്രാ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമല്ല. എത്തിക്കലി നമുക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നമ്മളെ കുറെ കൂടി ഓവർവെൽമിങ് ആക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് ആ ഒരു വ്യക്തിയെ ഇൻഡിവിജ്വൽ തെറാപ്പിക്ക് വേറെ ആളുടെ അടുത്ത് വിട്ട ശേഷം നമ്മുടെ അടുത്ത് കപ്പിൾ കൗൺസിലിംഗ് എന്നുള്ള പ്രോസസ്സ് മാത്രം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അവരവിടെ സേഫ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മൾ ചോദിച്ചറിഞ്ഞിരിക്കണം. അപ്പൊ സേഫ്റ്റി തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഒരു കപ്പിളിന്റെ ഒരു പാർട്ണറിനെ പുറത്തിരുത്തിയിട്ട് ഒരാളോട് ചോദിക്കാം സേഫ് ആണോ, അബ്യൂസ് ഉണ്ടോ, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാം. അതിന് ഇഷ്യൂ ഇല്ല. അപ്പൊ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അതിന് ശേഷം ഇന്റിമസി ക്രിയേറ്റ് ചെയ്താൽ മതി. ദെൻ ഇമോഷണൽ റെഗുലേഷൻ ആദ്യം കൊണ്ടുവരണം. എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് പരിഹരിക്കാം. കമ്പാഷൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം. ഇപ്പൊ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കാന്നല്ല, എങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ട്രോമ എന്നുള്ളതാണ്. കാരണം നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സെക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് എന്താണ് അവർക്കിടയിൽ നടക്കുന്നത്, എങ്ങനെയാണ് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, എന്താണ് റിയാലിറ്റി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് ആ ഇൻസൈറ്റ് വരുമ്പോൾ മാത്രമേ പിന്നെ നമ്മൾ എന്ത് തെറാപ്പി കൊടുത്തിട്ടും കാര്യമുള്ളൂ. ചില കേസസിലൊക്കെ ഉണ്ടല്ലോ മൈൽഡ് കേസസ് ഒക്കെ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസൊക്കെ ശരിക്കും മൈൽഡ് കേസാ. അവർക്കിടയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇല്ല, ട്രോമ ഇല്ല, ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്കിടയിലെ പകുതി പ്രശ്നം സോൾവ് ആവും. അത് പതിയെ പതിയെ അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ കുറച്ച് സെഷൻ കൊണ്ട്
അവർക്കിടയിലുള്ള പ്രശ്നം സോൾവ് ആയിട്ട് അവർ നല്ല രീതിയിൽ പോയി. അപ്പോൾ എപ്പോഴും കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് അവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ സേഫ്റ്റി ഉറപ്പുവരുത്തണം, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കണം, അവർക്കിടയിൽ അവർക്ക് എന്ത് ചെയ്യണം, പരസ്പരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു മനസ്സിലാവണം, എമ്പതി പോലെയുള്ള സ്കിൽസ് അവിടെ കൊണ്ടുവരണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തൊക്കെ തെറാപ്പി കൊടുക്കാം? ഒന്ന് EFT ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അവർക്കിടയിലെ നെഗറ്റീവ് ഇന്ററാക്ഷൻ സൈക്കിൾ മനസ്സിലാക്കാനും അറ്റാച്ച്മെന്റ് നീഡ്സ് മനസ്സിലാക്കാം, അവരുടെ ഇമോഷണൽ റെഗുലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് EFT ആണ്. അപ്പൊ ഇമോഷണൽ ഇഷ്യൂസ് ആണ് അവർക്കിടയിൽ കൂടുതലെങ്കിൽ നമുക്ക് EFT കൊടുക്കാം. അല്ല, ട്രോമയാണ്, ഭയങ്കര ഹൈ ലെവൽ ഓഫ് ട്രോമയിലാണ് അവർ വളർന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അവിടെ ട്രോമ ഇൻഫോംഡ് CBT ആണ് കൊടുക്കുക. CBT എല്ലാവർക്കും അറിയായിരിക്കും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നമ്മുടെ തോട്ട്സിലും ബിലീഫ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് CBT എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ ട്രോമ ഉള്ള ആളുകൾക്ക് സ്പെഷ്യലി അതിന്റെ ഒരു ഫോമാണ് ട്രോമ ഇൻഫോംഡ് CBT എന്ന് പറയുന്നത്. അപ്പൊ CBT ആണ് നമ്മൾ അവിടെ കൊടുക്കുക. അവരുടെ പാസ്റ്റ് എങ്ങനെ പ്രസന്റ് അഫക്റ്റ് ചെയ്യുന്നു, പിന്നെ അവരുടെ നെഗറ്റീവ് തോട്ട്സ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാം. തോട്ട് റെക്കോർഡ് പോലെയുള്ള ആക്ടിവിറ്റി വഴി കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാനും കോഗ്നിറ്റീവ് മാപ്പിംഗ് ഉണ്ട്. അത് ഓരോ മൊമെന്റ്സും എവിടെയാണ് അവർ ട്രിഗർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് CBT ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ടെക്നിക്ക്. EFT കൊടുക്കാം, CBT കൊടുക്കാം, ദെൻ അവർക്കൊരു ഇമോഷണൽ റെഗുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ്, കമ്പാഷൻ, എമ്പതി ഒക്കെ അവർക്ക് കൊണ്ടുവരാനും ഇപ്പോഴത്തെ ഒരു മൊമെന്റിൽ മാത്രം ഫോക്കസ്. ഇപ്പൊ പല ആൾക്കാരും പഴയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അന്ന് അങ്ങനെ ഉണ്ടായി, 2 വർഷം മുന്നേ അങ്ങനെ ഉണ്ടായി, 3 മാസം മുന്നേ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് പാസ്റ്റ് ഒക്കെ എടുത്തിടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുമ്പോൾ. ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിന് പകരം അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യും. അതൊക്കെ ഒഴിവാക്കാനാണ് മൈൻഡ്ഫുൾനെസ് കൊടുക്കുന്നത്. പ്രസന്റ് മൊമെന്റ് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളില് ഇപ്പോഴുള്ള തോട്ട്സ്, ഇമോഷൻസ് ഒട്ടും ജഡ്ജ് ചെയ്യാതെ ഫോക്കസ് ചെയ്യാനും ഇമോഷണലി അവരെ ആക്റ്റീവ് ആക്കാനും ഒരു കമ്പാഷനൊക്കെ കൊണ്ടുവരാനായിട്ട് മൈൻഡ്ഫുൾനെസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന കപ്പിൾ തെറാപ്പിയിൽ ഏറ്റവും ഫേമസ് കപ്പിൾ തെറാപ്പി ടെക്നിക്സ് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കാണുന്ന ഒരു മെത്തേഡാണ് ഗോട്ട്മാന്റെ മെത്തേഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജിക്കലി ഇമ്പാക്ട് എന്താ പറയാ ഡെവലപ്പ് ചെയ്തൊന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ CBT എന്നൊക്കെ പറഞ്ഞ ഒരു തെറാപ്പി ടെക്നിക് അല്ല, കുറച്ച് ഇന്റർവെൻഷൻസ് ആണ്. ഇവർക്കിടയിലുള്ള ഇന്റിമസി കൂട്ടുക എന്നുള്ളതാണ് ഗോട്ട്മാൻ മെത്തേഡിന്റെ ലക്ഷ്യം. അതിൽ പറയുന്ന കാര്യമാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴും പരസ്പരമുള്ള ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുക, ബ്ലെയിം ചെയ്യുക. ഒരാൾ പറയുമ്പോൾ സ്റ്റോൺ വാളിംഗ് എന്ന് പറയും. ഒരാൾ പറയുമ്പോൾ മറ്റാളിങ്ങനെ ചുമരിലോട് പറയുന്ന പോലത്തെ അവസ്ഥ. ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല, ഒരു ഇമോഷണൽ റെസ്പോൺസും കിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗോഡ്മാൻ മെത്തേഡാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇമോഷണലി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബെറ്റർ ആക്കാം. അവർക്കിടയിൽ അടുപ്പം, ഒരു ലവ് മാപ്പ് എന്ന് പറഞ്ഞ ഒരു എക്സസൈസ് ഉണ്ട് അവരുടെ ഇടയിൽ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ണർക്ക് ഇഷ്ടപ്പെട്ട കളറ്, ഇഷ്ടപ്പെട്ട കാര്യം, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവർക്ക് ദേഷ്യം വന്ന് അവരെങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഈ ലവ് മാപ്പിലുള്ളത്. അത്തരം ആക്ടിവിറ്റീസിലൂടെ ഇവർക്കിടയിലുള്ള അടുപ്പമൊക്കെ കൂട്ടുക എന്നുള്ളതാണ് ഗോട്ട്മാൻ മെത്തേഡ്. ഇതല്ലാതെയും കുറെ ഉണ്ട് കേട്ടോ. ഹൗസ് റിലേഷൻഷിപ്പ് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ടും ഇവരുടെ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുകയും ഇവർക്കിടയിലുള്ള ഇന്റിമസി കൊണ്ടുവരിക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആക്കുക, അഡ്മിറേഷൻ കൊണ്ടുവരാം, പരസ്പരം ഒരു നല്ല കാര്യം ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്യാന്നൊക്കെ ഉണ്ടല്ലോ. ഇത്തരം ആക്ടിവിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗോട്ട്മാൻ മെത്തേഡ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റം ഇവിടെ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ നെർവസ് സിസ്റ്റത്തെ കാം ചെയ്യാൻ നമ്മുടെ ബോഡി സ്കാൻ പോലെയുള്ള ബോഡി അവയർനെസ് ടെക്നിക്കുകള്, ഗ്രൗണ്ടിങ് ടെക്നിക്കുകള്, പരസ്പരം ഡിസ്റെഗുലേഷൻ മാറ്റി കോ റെഗുലേഷൻ, എങ്ങനെ രണ്ടുപേരും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാം, രണ്ടുപേരെയും മറ്റേ ടൈം എങ്ങനെ കാമാക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇമോഷണൽ ഹീലിംഗ് ഒക്കെയാണ് സൊമാറ്റിക് ഇന്റർവെൻഷൻ, സൊമാറ്റിക് തെറാപ്പി എന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങളായിരിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക.
പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഉറപ്പായിട്ടും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഷെയിം, ഗിൽറ്റ്, സെൽഫ് വർത്ത് ഇല്ലായ്മ, ഒരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ, അതേപോലെ തന്നെ പലപ്പോഴും പാർട്ട്ണറെ കാണുന്നത് അറ്റാക്ക് ആയിട്ടായിരിക്കും. പാർട്ട്ണർ പറയുന്ന ഓരോ കാര്യത്തിൽ ഒരു അറ്റാക്ക് ആയിട്ടായിരിക്കും ഇവർ എടുക്കുന്നുണ്ടാവാം. ഇത്തരം കാര്യങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്ത് എന്നൊക്കെ പുറത്ത് വരാം, നോർമലൈസ് ചെയ്യാതെ പുറത്ത് വന്ന് ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ ഒന്ന് ഹീൽ ചെയ്തെടുക്കുക എന്നുള്ള കാര്യം, ഇന്നർ ചൈൽഡ് അപ്രോച്ച്. ഇതൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചാണ് വരിക. ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ട്രോമയിലൂടെ ഒക്കെ പോയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ. EFT ഇമോഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, പേര് പോലെ തന്നെ നെഗറ്റീവ് ഇന്ററാക്ഷൻ സൈക്കിൾ, അതായത് നമ്മൾ പറയില്ലേ ആങ്ഷ്യസ് അവോയ്ഡന്റ്, അങ്ങനത്തെ ഇന്ററാക്ഷൻ സൈക്കിളൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് EFT ഫോക്കസ് ചെയ്യുന്നതാണ്. ദെൻ ട്രോമ കൂടുതലാണെങ്കിൽ ട്രോമ ബേസ്ഡ് CBT ആണ് ചെയ്യേണ്ടത്. ദെൻ പ്രസന്റ് മൊമെന്റിലോട്ട് കൊണ്ടുവരാൻ ഇപ്പോഴും ഈ പാസ്റ്റ് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക. അത് ഇന്റിമസി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. വലിയ പ്രശ്നങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഗോഡ്മാൻ മെത്തേഡ് തന്നെ ധാരാളമാണ്. ദെൻ അവരുടെ ബോഡിയിലെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി അത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ സൊമാറ്റിക് തെറാപ്പിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ദെൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരാളുടെ പരീക്ഷിക്കാവോ? അങ്ങനെയല്ല, നമുക്കൊരു കോർ തെറാപ്പി ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഞാൻ CBT ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ മെയിൻ ടെക്നിക്ക് CBT തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചൊക്കെ ഈ പറഞ്ഞ എല്ലാ തെറാപ്പിയിലും ഒന്നോ രണ്ടോ ടെക്നിക്കൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ്, ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റീവ് തെറാപ്പി. അതാണ് ഇപ്പൊ നമ്മുടെ കാലത്ത്, അല്ലെങ്കിൽ ഇന്നൊരു മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഇന്റഗ്രേറ്റീവ് തെറാപ്പി ആയിരിക്കും. ഒരു മെയിൻ തെറാപ്പി ഉണ്ടാവും അവരുടെ നീഡ് അനുസരിച്ച്. EFT ആണ് ഞാൻ ചെയ്യുന്നെങ്കിൽ EFT അവിടെ ഉണ്ട്, മെയിൻ ആയിട്ട് അവരുടെ ഇമോഷണൽ നീഡിലാണ് ഫോക്കസ് ചെയ്യാനുള്ള EFT ചെയ്യുന്നു. പക്ഷെ അവർക്ക് കുറച്ച് നെഗറ്റീവ് ബിലീഫ് ഉണ്ടെങ്കിൽ തോട്ട് റെക്കോർഡ് ഉപയോഗിക്കും CBTയിലെ, വേറെ ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. മൈൻഡ്ഫുൾനെസ്സിലെ മെറ്റാ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും, ചിലപ്പോൾ മെഡിറ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടാവും അവർക്കൊരു കാം എഫക്ട് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും, വേറെ ടെക്നിക്ക് ഒന്നും എടുക്കുന്നില്ല. ദെൻ ഗോഡ്മാനിലെ ലവ് മാപ്പ് എടുക്കുന്നതാവും ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ മെയിൻ തെറാപ്പി ടെക്നിക്ക് EFT ആണ്. പക്ഷെ ബാക്കി എല്ലാ തെറാപ്പിന്നും എനിക്ക് ആവശ്യമുള്ള ടെക്നിക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് തെറാപ്പിസ്റ്റിന്റെ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്കാണ്. ഒരു സൈഡ് എടുക്കും. നമുക്കിപ്പോ നാർസിസിസ്റ്റും നോർമലി ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മറ്റേ പാർട്ണറോടായിരിക്കും ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നാം. പക്ഷെ അങ്ങനെ എടുക്കരുത്. നാർസിസ്റ്റ് ഒരിക്കലും ഈ പറഞ്ഞ പോലെ വേണമെന്ന് വെച്ച് അങ്ങനെ ബിഹേവ് ചെയ്യുന്നല്ല. ഒരാൾ എങ്ങനെയാണ് നാർസിസ്റ്റ് ആവുന്നത്? അയാളുടെ ട്രോമ കൊണ്ടാണ്, അല്ലെ അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളാണ് ഒരു പരിധി വരെ അയാളെ നാർസിസ്റ്റ് ബിഹേവിയറിൽ തന്നെ നിലനിർത്തുന്നത് എന്ന് പറയുന്നത്. പാരനോട് പേഴ്സണാലിറ്റിയുള്ള കേസസ് വരുമ്പോൾ അറിയാം, അവരുടെ ചൈൽഡ്ഹുഡിൽ അവർക്കൊരു ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല റിലേഷൻഷിപ്പില്. അതന്നെയാണ് അവരുടെ ബിഹേവിയർ. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എൻവയോൺമെന്റും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് രണ്ടുപേരും ഒരേപോലെയാണ്, രണ്ടുപേരും സഫർ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഒരിക്കലും ഒരു സൈഡ് എടുക്കരുത്. ഒരാളെ ബ്ലെയിം ചെയ്ത് മറ്റേ സൈഡ് എടുക്കുക എന്നുള്ള രീതി ഉണ്ടാവരുത്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം ബെറ്റർ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആ ട്രോമ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് കുറച്ചു നാള് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും, 1 മാസം 2 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാവും. അതുകൊണ്ട് ട്രോമ ഉണ്ടെങ്കിൽ ട്രോമയിൽ തന്നെ ഫോക്കസ് ചെയ്യണം, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദെൻ ട്രോമ റെസ്പോൺസിനെയൊക്കെ പേഴ്സണാലിറ്റി ട്രേറ്റ് എടുക്കാം. ഇത് അവളുടെ ബിഹേവിയറാണ്, ഇത് അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങനെ ഉറപ്പിക്കാൻ പാടില്ല, നമ്മൾ ലേബൽ ചെയ്യാൻ പാടില്ല. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് എടുക്കണം. പിന്നെ ഇൻസൈറ്റ് കിട്ടിയെന്ന് പെട്ടെന്ന് ധാരണയില്ല. ഒരു 2-3 സെഷൻ കഴിഞ്ഞപ്പോൾ ഇവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നപ്പോ ഓക്കെ ഇവർക്ക് ഇൻസൈറ്റ് കിട്ടി, ഇവർക്ക് എല്ലാ കാര്യം മനസ്സിലായി, ഇനി സെഷൻ എന്ത് ചെയ്യാം. അങ്ങനെയല്ല, നമ്മൾ ഒന്നും കൂടെ ഒന്ന് ട്രയൽ എടുക്കണം, ഒരു സെഷൻ കൂടെ ഇവർ ശരിക്കും ഇങ്ങനെ പോകുന്നുണ്ടോ, കുറച്ച് ആക്ടിവിറ്റീസും കൊടുത്തൊന്ന് ഉറപ്പുവരുത്താം. അപ്പൊ അവർക്ക് അപ്പൊ ചിലപ്പോൾ ഒരു ധാരണയൊക്കെ കിട്ടിയപ്പോ അവർ ഒരു 1 ദിവസം 2 ദിവസമൊക്കെ നല്ല രീതിയിലായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാവും. അപ്പൊ പെട്ടെന്ന് ഫാസ്റ്റ് ഫോർവേഡ് എന്നുള്ള ഒരു രീതി ഒഴിവാക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ഇവർക്ക് മനസ്സിലായിണ്ടാവില്ല, 2 സെഷൻ 3 സെഷൻ ചിലപ്പോൾ 5 സെഷനൊക്കെ ആകുമ്പോഴായിരിക്കും ആ വ്യക്തിക്ക് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനമേ കിട്ടുന്നത്. അത് നമ്മുടെ ഒരു തെറ്റായിട്ട് എടുക്കാതിരിക്കുക.
അയ്യോ എന്റെ 2 സെഷനായിട്ട് ഈ ഇൻസൈറ്റ് വന്നില്ലല്ലോ. അത് അവർക്ക് ആ ഒരു കാര്യം പ്രോസസ്സ് ചെയ്ത് വരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ചില കേസിലൊക്കെ 2 3 സെഷൻ ആകുമ്പോഴാണ് അവര് ഓക്കെ ശരി ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവാം. പരമാവധി വളരെ പേഷ്യൻസോട് കൂടെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സമയമെടുത്ത് തന്നെ അസസ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ധൃതി പിടിച്ച് ഒരു സെഷൻ കൊണ്ട് ഇവരുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ആക്കാതിരിക്കുക. കപ്പിൾസ് വരുമ്പോൾ മിനിമം ഒരു 2 സെഷൻസ് എങ്കിലും അസസ്മെന്റിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. നമുക്ക് ആക്ടിവിറ്റീസ് കൊടുത്തു വിടാം അവർക്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു 2 സെഷനെങ്കിലും എടുത്താൽ തന്നെയാണ് നമുക്ക് അവരെ പറ്റി ഒരു പ്രോപ്പർ അസസ്മെന്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ 1 വർഷം വന്നവരായിരിക്കാം, ചിലപ്പോൾ 6 മാസത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ 40s ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളായിരിക്കാം. ഇവരുടെ ലൈഫിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു 1 അവറിന്റെ ഉള്ളിൽ മുഴുവൻ ഇൻഫർമേഷൻ കിട്ടില്ല. മിനിമം ഒരു 2 സെഷൻസ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ധാരണ തന്നെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. അതൊരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം അവര് ഓപ്പൺ അപ്പ് ആവണമെന്നില്ല, ഫസ്റ്റ് സെഷനിൽ മുഴുവൻ കാര്യങ്ങൾ പറയണമെന്നില്ല. അതുകൊണ്ട് ചാടിക്കേറി നമ്മളങ്ങ് ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഒരു ടൈം കൊടുക്കുക, നമുക്ക് അവർക്കും ടൈം കൊടുക്കുക. തുറന്ന് പറയാനും നമുക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു സമയം നമ്മൾ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മൾ 1 അവർ വന്നിട്ട് അതൊക്കെ കഴിഞ്ഞു പോയി. എന്നാലും പറയാൻ ഉദ്ദേശിച്ചത് ഒരു ട്രോമ എങ്ങനെയാണ് കപ്പിളിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ തെറാപ്പി ടെക്നിക്സിലോട്ടൊന്നും ഒരുപാട് പോകാൻ പറ്റിയിട്ടില്ല, ഇന്നത്തെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട്. പക്ഷെ നമുക്ക് എന്ത് തെറാപ്പി യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളൊരു കപ്പിൾ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കപ്പിൾ കൗൺസിലിംഗിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട തെറാപ്പീസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. EFT, മൈൻഡ്ഫുൾനെസ് ഒക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൈൻഡ്ഫുൾനെസ്, CBT, ഈ പറഞ്ഞ പോലെ സൊമാറ്റിക് തെറാപ്പി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. സൊമാറ്റിക് തെറാപ്പി നോക്കിയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ നോക്കി വെക്കുക. ഗോഡ്മാൻ മെത്തേഡ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴേക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവണം. ഇപ്പൊ ഇമോഷണലും CBTയും ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ദെൻ ഗോഡ്മാൻ മെത്തേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നോക്കണം. സൊമാറ്റിക് തെറാപ്പി സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, പക്ഷെ അത് എക്സെപ്ഷൻ ആണ്. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നെറ്റ് ഇങ്ങനെ കട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറച്ച് സ്പീഡായത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയൊരു കോഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരിക്കലും റിലേഷൻഷിപ്പ് അല്ല ട്രോമ ഉണ്ടാക്കുന്നത്. ഇത് കപ്പിൾ റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിച്ചത്. കപ്പിൾ റിലേഷൻഷിപ്പ് അല്ല ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മിക്ക കേസസിലും ചൈൽഡ്ഹുഡിൽ നിന്ന് അത് ഉണ്ടാവും. അത് റിവീൽ ചെയ്യാനായിട്ട് ഇവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മളെ സഹായിക്കും. ഒരു കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പിന്നെ എടുത്തയിലോ നിങ്ങൾക്ക് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ് എന്തായാലും 8:30 ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും പറയാനോ? EFT എന്ന് പറയുന്നത് പിന്നെ 2 വിധമുണ്ടോ? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, അതേപോലെ മാം പറഞ്ഞ വേറെ ഒന്നാണല്ലോ അല്ലേ? ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി. അത് രണ്ടും രണ്ട് തന്നെയാണ് അല്ലേ? അതെ അതെ. ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കുറെ കൂടി പറഞ്ഞില്ലേ, ഇമോഷൻ കോൺഫ്ലിക്റ്റുകൾ, ഓവർ ഇമോഷൻ റെഗുലേഷൻ ഇല്ലാത്ത ആളുകൾ, അവിടെയൊക്കെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ EFTയുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ എല്ലാ സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ആയിട്ടുള്ള ഒരു കാര്യം ഇമോഷൻ ആണ്. നമ്മുടെ തോട്ട്സ് ആയിക്കോട്ടെ, ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ ഒക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനം ഇമോഷൻ ആണെന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇമോഷനെ സപ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാതെ അതെന്താന്ന് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ഇമോഷൻ നമ്മൾ ആ ചിന്തിക്കുന്ന രീതിയെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആണ് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പിയിൽ വരുന്നത്. നമ്മൾ ആ ഒരു ഇമോഷണൽ അവയർനെസ് കൊണ്ടുവരാം. ഇനി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്ന ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലാണ് EFT ഫോക്കസ് ചെയ്യണത്. മെയിനായിട്ടും ട്രോമ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ഇഷ്യൂസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഫാമിലി തെറാപ്പിയിലും കപ്പിൾ തെറാപ്പിയിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് EFT. കാരണം ഇവിടെയാണ് ഇതൊക്കെ വരിക. ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് നീഡ്സും റിലേഷൻഷിപ്പ് ഡിസ്ട്രസും ഉണ്ടാവുന്ന ഏരിയാസിലൊക്കെ നമുക്ക് EFT യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. Okay.
ചാറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കപ്പൊ ഇനി നെക്സ്റ്റ് വീക്ക് എന്തായാലും ഫ്രീ വെബിനാർസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കാണാം. അതേപോലെ നമ്മുടെ വർക്ക്ഷോപ്സ് വരുന്നുണ്ട്, എക്സാം ആങ്സൈറ്റി, കപ്പിൾ തെറാപ്പി ഈ മാസം ഇല്ല, നെക്സ്റ്റ് മന്ത്. അപ്പൊ സെഷനൊക്കെ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം വർക്ക്ഷോപ്പിനൊക്കെ. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ വർഷ മാമിന്റെ നിസാസാന്റെ ഒക്കെ വർക്ക്ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് താല്പര്യമുള്ള ഇതിനൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് So യു. much. Was a wonderful session. Ma'am, PDF send ചെയ്യാം മാം. ആ PDF സെൻഡ് ചെയ്യും കേട്ടോ. അത് നമ്മൾ റെക്കോർഡിംഗ് ഷെയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതും ഷെയർ ചെയ്യേ. ഓക്കെ, Thank you, ഓക്കെ, ma'am. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ആൾ. Good night. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you. Thank you. Good night. ഓക്കെ. വർക്ക്ഷോപ്പ് ഓഫ്ലൈൻ അല്ല, ഓഫ്ലൈൻ വരുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഓഫ്ലൈൻ വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ ഗ്രൂപ്പില് അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ്. എന്തോ ഫീസ് എത്രയാ? ഇപ്പൊ നമ്മുടെ 5 day വർക്ക്ഷോപ്പ് ഒക്കെ 600 ഫീസ് വരുന്നത്. ഓക്കെ. ഓഫ്ലൈൻ വർക്ക്ഷോപ്പിന്റെ അത് അവിടെ അഡ്മിൻസിനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ എന്റെ വർക്ക്ഷോപ്പിന്റെ ഫീസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓക്കെ. നിങ്ങൾ അഡ്മിൻസിനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് വർക്ക്ഷോപ്പ് ആണോ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും മിനിമം ഫീസ് തന്നെയാണ്. ഓവറായിട്ട് എവിടെയും ഫീസ് ഏതിലും എടുക്കാറില്ല, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. അപ്പൊ അത് ഏതാണ് താല്പര്യം, നിങ്ങൾക്ക് ഏത് ഏരിയാസ് ആണെന്നുള്ളത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വിമ്പിളിന്റെ നമ്പർ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ല, എന്റെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും. ഓക്കെ, ഓക്കെ. ഓക്കെ, ബൈ.